നോക്കൂ നിങ്ങള്, ഒരു കാലഘട്ടത്തിൽ ഇവിടെ വലിയ മനുഷ്യന്മാരുണ്ടായിരുന്നു. ആദ് സമൂഹം എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവരെ കുറിച്ച് ചില മുഫസ്സിരീങ്ങളൊക്കെ 300-400 മുഴമുള്ള മനുഷ്യന്മാരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പോകട്ടെ, ഹദീഥിൽ വന്നൊരു കാര്യമാണല്ലോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 60 മുഴമുണ്ടായിരുന്നുവെന്ന്. അതിന് പിന്നെ അഭിപ്രായ വ്യത്യാസമില്ല, അല്ലേ? ആദ് സമൂഹത്തെ കുറിച്ച് 300-400 മുഴങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ ചില മുഫസ്സിരീങ്ങൾ എതിർത്തിട്ടുണ്ട്, ചില മുഫസ്സിരീങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. ആ തർക്കം നമുക്ക് മാറ്റിവെക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? ഏതായാലും അവരുടെ ശാരീരികമായ വലിയ പൊക്കമുള്ള ആരോഗ്യമുള്ള ആ ശരീരത്തെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നല്ലോ ആദ് സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ പരിഹസിക്കുകയും ധിക്കരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞത്, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹിൻ വസാദകും ഫിൽ ഖൽഖി ബസ്തൻ ഫദ്കുറൂ അലാ അല്ലാഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് അങ്ങനെയാ പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. എന്തെല്ലാമാണ് നൽകിയത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലശേഷം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രാതിനിധ്യം തന്നു. അധികാരങ്ങളിലും സമ്പത്തുക്കളുടെ സൂക്ഷിപ്പുകളിലും രാഷ്ട്രീയങ്ങളിലുമെല്ലാം നിങ്ങൾ പ്രതിനിധികളായി. വസാദകും ഫിൽ ഖൽഖി ബസ്താ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, നിങ്ങൾക്ക് ശാരീരികമായി നിങ്ങൾക്ക് വലിയ വിശാലത തന്നുവല്ലോ. ശരീരം നിങ്ങൾക്ക് അല്ലാഹു പിശുക്കില്ലാതെ തന്നിട്ടുണ്ട്. കണ്ടോ? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പൊ ബസ്ത് എന്ന് പറയുന്ന സംഗതി നോക്ക് നിങ്ങള്, ഒരു കാലഘട്ടത്തിൽ അവർ വലിയ പൊക്കമുള്ള മനുഷ്യന്മാരാണ്, അവർ ചെറിയവരല്ല. അതുകൊണ്ടാണല്ലോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചപ്പോൾ കഅന്നഹും അജാസു നഖ്ലിൻ ഖാബിയാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? കൊടുങ്കാറ്റടിച്ചുകൊണ്ടാണ് ആ സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിച്ചപ്പോൾ അവര് വീണ് കിടക്കുന്ന രംഗത്തെക്കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി ഒരു അനുസ്മരണ ശൈലിയിൽ പറഞ്ഞത് എങ്ങനെയാണെന്നറിയാ? കഅന്നഹും അജാസു നഖ്ലിൻ ഖാബിയാ. വലിയ ഈത്തപ്പന മരങ്ങൾ കടപുഴകി വീണത് പോലെയാണ് അവർ വീണ് കിടക്കുന്നത്. ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ വലിയ വലിയ ഈത്തപ്പന മര, നമ്മളെ തെങ്ങൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്ത് വീണ് കിടക്കുന്നു. ഇന്നിപ്പം വീഴാൻ മാത്രമുള്ള തെങ്ങുകളില്ലാന്ന് തോന്നുന്നു. വലിയ തെങ്ങുകളെ പഴയ കാലത്ത് അവകൾ വീണ് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട് കാറ്റടിക്കുന്ന സമയത്ത്. ഇതുപോലെയായിരുന്നു അവർ വീണ് കിടന്നിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ എത്ര വലിയ മനുഷ്യന്മാരായിരിക്കണം? കാറ്റടിച്ചിട്ട് വീണിട്ട് മരിക്കണം. കാറ്റടിച്ചാ പിന്നെ ഇവിടെ അടിവേരോ അതിന്റെ അപ്പുറത്തെ വേരുള്ള തെങ്ങടക്കം കടപുഴകി വീണു. പിന്നെ കാലുമിൽ നടക്കുന്ന അവിടെ സ്കൂട്ട് മുറുക്കിയിട്ടൊന്നുമില്ലല്ലോ. വലിയ മനുഷ്യന്മാരല്ലേ, കാലുമിൽ നടക്കല്ലേ. കാറ്റടിച്ചോടുകൂടെ അതാ പടോ വീണ് മരിക്കാണ്. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അവർ ഈത്തപ്പനത്തടി മരങ്ങൾ കടപുഴകി വീണത് പോലെ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇത്രയും വലിയ വലിപ്പമുള്ള ആകാരമുള്ള മനുഷ്യന്മാര് ഒരു കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലാഹു തആല കൊടുത്തത് ശാരീരികമായ ബസ്തത്താണ്, വിശാലതയാണ്. ഈ ബസ്ത് ഇന്ന് എന്തുകൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്നില്ല? ഒരാൾ വിചാരിക്കുകയാണ്, ഒരു ശാസ്ത്രജ്ഞൻ വിചാരിക്കുകയാണ്, എനിക്ക് ആദ് സമൂഹത്തെ പോലെയുള്ള ഒരു മനുഷ്യരാകണമെന്ന് വിചാരിച്ചാൽ നടക്കോ? നടക്കൂല. നമ്മൾ പെരുമ്പര പറയാൻ വലിയ ഉഷാറാണ്, എനിക്ക് ആ കഴിവുണ്ട്, ഡിഗ്രികളുടെ പേരെങ്ങിട്ട് എണ്ണാൻ പുറപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ് ഇവൻ അള്ളാഹിനെയും തോൽപ്പിക്കുമെന്ന് തോന്നിപ്പോകും. പക്ഷേ
ആ പേരുകളും ഡിഗ്രികളും ക്രെഡിറ്റുകളും എല്ലാം എണ്ണുന്ന കൂട്ടത്തിൽ ഒറ്റ ചോദ്യം, മോനെ, ആദ്യ സമൂഹത്തെ പോലെയുള്ള ഒരു മനുഷ്യന്റെ ജന്മമായി നിനക്കൊരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തത്? അള്ളാഹു പറയാണ്, വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. ഈ ഖബള് ബസ്ത് എന്ന പണി അത് നിങ്ങളുടെ ആരുടെയും അധികാരത്തിൽപ്പെട്ടതല്ല. ആർക്കും തീരുമാനിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മൾ ഈ വിഷയത്തിലൊക്കെ എവിടേക്കാ പോകുന്നത്? ഈ വിശേഷ ഗുണങ്ങളൊക്കെ ചർച്ച ചെയ്യുക വഴി നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? നമ്മൾ പോകേണ്ടത് തൗഹീദിലേക്കാണ്. അള്ളാഹു ഏകനാണ്, ഒരൊറ്റ ശക്തി മാത്രമേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് സാമ്പത്തികമായി വലിയ മികവ് കാണുന്നു, ചില ആളുകൾക്ക് ദാരിദ്ര്യം കാണുന്നു. വലിയ മികവ് കണ്ട ആള് ആ വിഷയത്തിൽ അയാൾക്ക് ഒരു ക്രെഡിറ്റും പറയാനില്ല, അയാളുടെ കഴിവല്ല എന്നാ പറയുന്നത്. അയാള് ചിലപ്പോൾ വലിയ ആ വിഷയത്തിലൊക്കെ വലിയ ചില അഹങ്കാരങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ടാകും, അത് വേറെ കാര്യം. അയാൾക്ക് കാശ് അല്ലാഹു തആല കൊടുത്തതുപോലെ അഹങ്കരിക്കാനുള്ള സ്വാതന്ത്ര്യവും അല്ലാഹു തആല കൊടുത്തു എന്നേ നമുക്കതിൽ വെക്കാനുള്ളൂ. കാരണം എന്താണ്? വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. ഒരാൾക്കും ആ വിഷയത്തിൽ അഹങ്കരിക്കേണ്ടതില്ല. ഇനി ബസ്ത് കുറഞ്ഞു പോയ, ഖബള് സംഭവിച്ചു പോയൊരു മനുഷ്യനാണ്, സാമ്പത്തികമായി അല്പം ക്ഷീണമാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രതീക്ഷ കുറയേണ്ട ആവശ്യവും ഇല്ല. പണക്കാരന് പണത്തിന്റെ വിശാലത കൊടുത്തതും ദരിദ്രവാസിക്ക് ദാരിദ്ര്യം നൽകിയതും രണ്ടും അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ നിക്ഷിപ്തമാണ്. ഒരാൾക്കും ആ വിഷയത്തിൽ ഒരു അധികാരവും പറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഈ വാക്ക് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുന്നത് എന്താണെന്നറിയോ? വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അവനിലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കപ്പെടുന്നത്. അതിൽ വലിയ ചില രഹസ്യങ്ങളുള്ള ആയത്തുകളാണ്. അത് സാധാരണ ആയത്തല്ല, എല്ലാ ആയത്തും രഹസ്യങ്ങളുടെ തന്നെ കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഈ വിഷയത്തിൽ കുറെ കൂടുതൽ ഈ വിഷയമായി ചിന്തിക്കാൻ പറ്റിയതാണ് ഇലൈഹി തുർജഊൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ക്രെഡിറ്റ് പറയാനില്ല. നിങ്ങൾ ആ വിഷയത്തിൽ ക്രെഡിറ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും മിനിമമായി പറഞ്ഞാൽ നിങ്ങളുടെ കാശും പിടിച്ച് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയണം. എന്റെ കാശ് തീരുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറയാൻ കഴിയണം. ഞാൻ ഇവിടെ തന്നെ നിലയുറപ്പിക്കുമെന്ന് പറയാൻ കഴിയണം. കഴിയില്ല. നിങ്ങൾ ഇലൈഹി തുർജഊൻ, കീഴ്പ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിക്കോണം. സംശയം നോക്കി നിങ്ങള്. ഈ വിഷയത്തിൽ നമുക്ക് എത്രയോ ഉദാഹരണങ്ങളില്ലേ. നമ്മുടെ സർ അംബാനി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക, വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. നമുക്ക് കുഴപ്പമില്ല. ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അംബാനിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട കാറൂനില്ലേ, അല്ലേ? സമ്പത്തിന്റെ വിഷയത്തിൽ അല്ലാഹു ബസ്ത് കൊടുത്ത ആളാണ്. ഇഷ്ടം പോലെ ഖബളില്ല, ബസ്ത് അങ്ങോട്ട് കൊടുത്തു, അല്ലേ? അയാൾക്ക് സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ അല്ലാഹു തആല കൊടുത്തു. എത്രത്തോളം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അയാളുടെ സമ്പത്തല്ല, സമ്പത്തിന്റെ താക്കോലുകൾ പോലും ചുമക്കണമെങ്കിൽ ധാരാളം വാഹനങ്ങൾ വേണ്ടി വന്നിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാറൂനും വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ, അല്ലാഹു ആണ് ബസ്ത് ചെയ്തത്. ആ അള്ളാഹു ബസ്ത് ചെയ്തതാണെന്നുള്ള ബോധം കാറൂന് വന്നില്ല. വഇലൈഹി തുർജഊൻ, ആ കാശും പിടിച്ചുകൊണ്ട് നിൽക്കാൻ കാറൂന് കഴിഞ്ഞില്ല. അള്ളാഹുലേക്ക് മടങ്ങേണ്ടി വന്നു. ഇത് ലോകത്ത് കഴിഞ്ഞ എല്ലാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ്. അധികാരവും കഴിവുകളും സ്വാധീനവും എന്ന വിഷയം അറിഞ്ഞവരും അറിയാത്തവരും എല്ലാവരും ഒരു സത്യത്തിന്റെ മുന്നിൽ കീഴ്പ്പെടേണ്ടി വന്നിട്ടുണ്ട്. വഇലൈഹി തുർജഊൻ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ ഈ വിഷയത്തിലൊന്നും മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ആയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് എന്താണ്? യുക്തറു അലാ ബഅദിൻ വയുവത്തറു അലാ ബഅദിൻ.
ചില ആളുകൾക്ക് ദാരിദ്ര്യം കൊടുക്കും, അല്ലെങ്കിൽ ക്ഷീണം കൊടുക്കും, സമ്പത്തിൽ കുറവ് കൊടുക്കും. ചില ആളുകൾക്ക് വിശാലത കൊടുക്കും. അത് ഹസ്ബ മഖ്തദത്തി ഹിക്മത്തുഹു, അള്ളാഹുവിന്റെ ഹിക്മത്ത് തേടുന്നതിന്റെ നില അനുസരിച്ചായിരിക്കും. ഒരാൾക്ക് കാശ് കൊടുക്കണമെങ്കിൽ, കാശില് ധാരാളിത്തം കൊടുക്കണമെങ്കിൽ അള്ളാഹു തആല പ്രത്യേകമായി ഹിക്മത്തുണ്ടാകും. ചില ആളുകൾക്ക് കൊടുക്കാതിരിക്കണമെങ്കിലോ അതിന്റെ പിന്നിലും അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ടാകും. എല്ലാം അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. സുബ്ഹാന ജല്ല ജലാലു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയങ്ങളെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ ഈ രണ്ട് വിഷയവും, അഥവാ ദാരിദ്ര്യം കൊടുക്കുന്നവൻ പഠിച്ചോന്, പൈസ കൊടുക്കണൊക്കെ വേറെ ആള് എന്ന ഒരു ധാരണ അത് മുസ്ലിമീങ്ങൾക്കില്ല, ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് പേരുകളും ഒരുമിച്ച് പറയണമെന്ന് പറയാൻ കാരണം. ഇവിടെ ചില മുസ്ലിമീങ്ങൾ അവരുടെ വിശ്വാസം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് അല്ലാഹു തആല വിശ്വാസത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തി, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ജീവിപ്പിക്കാൻ ഒരാള്, മരിപ്പിക്കാൻ ഒരാള്, തീറ്റിപ്പോറ്റാൻ ഒരാള്, ഇങ്ങനെ പടച്ചോന്മാര് 2-3 ജാതിയാണ്, ഇനങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. അല്ലാഹു തആല 3 പടച്ചോന്മാരിൽപ്പെട്ട ഒരു പടച്ചോനാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അവർ കാഫിരീങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലാഹു തആല ഇങ്ങനെയുണ്ടല്ലോ വിശ്വാസം, ത്രിമൂർത്തി വിശ്വാസം, അഥവാ ജീവിപ്പിക്കാൻ ഒരാളെ, മരിപ്പിക്കാൻ ഒരാള്, തീറ്റിപ്പോറ്റാൻ ഒരാള്, ഇങ്ങനെയുള്ള വിശ്വാസം. കാബിലിന്റെ പണി അള്ളാഹുവിനെ, ബാസിത്തിന്റെ പണി വേറെ ആൾക്ക്, അങ്ങനെയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ധ്വനി വരാതിരിക്കാൻ വേണ്ടിയാണ് യാ കാബിലു യാ ബാസിത്തു എന്ന് പ്രത്യേകം പറയാൻ കാരണം. വിശുദ്ധ ഖുർആനിന്റെയും ചിട്ട അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനും അങ്ങനെയാണ്. ആ വിഷയങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത്, അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. നോക്ക് നിങ്ങൾ, ഹിജ്റ സൂറത്തിന്റെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അല്ലാഹു തആല ഭക്ഷണത്തെ വിശാലമാക്കി കൊടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. വയഖ്ദിറു, അവൻ ചുരുക്കിയും കൊടുക്കും. ലിമൻ യശാ, അതോട് ലിമൻ യശാ അവിടെ പറയേണ്ട ആവശ്യമില്ല, തിരിയും. ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പരത്തി കൊടുക്കും, വിശാലമായി കൊടുക്കും. ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചുരുക്കി കൊടുക്കും. വിശുദ്ധ ഖുർആൻ പറയാണ്, കണ്ടോ, രണ്ടും ഒപ്പമാണ് അല്ലാഹു പറഞ്ഞത്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? രണ്ടും അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. ഏതെങ്കിലും ഒന്നിന്റെ അധികാരം തന്റെ കയ്യിലാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ശക്തിയും വരേണ്ടതില്ല, ഒരു സമ്പന്നനും വരേണ്ടതില്ല, ഒരു ശാസ്ത്രജ്ഞനും കടന്നു വരേണ്ടതില്ല, ഒരു അഭ്യസ്ത വിദ്യനും കടന്നു വരേണ്ടതില്ല. എന്തുകൊണ്ട് അള്ളാഹു പറയാണ്, ഇവിടെ ഒരാൾക്ക് ദാരിദ്ര്യം കൊടുത്താൽ അവൻ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഖജാന തീർന്നു എന്നല്ല, അള്ളാഹുവിന്റെ ഖജാന കാലിയായി എന്ന് മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹു തആല പറയാണ്, എന്തുകൊണ്ട് ദരിദ്രവാസിയെ ദരിദ്രവനാക്കി? വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. വിശുദ്ധ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്, എല്ലാ വസ്തുവിന്റെയും വഇൻ മിൻ ശൈഇൻ, ഒരു വസ്തുവും തന്നെയില്ല, ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, അതിന്റെ ഖജാനകളെല്ലാം നമ്മുടെ കൈ അധികാരത്തിലായിട്ടല്ലാതെ. എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമ്മുടെ അധീനതയിലുണ്ട്, അതിന്റെ ഖജാന നമ്മളെ കയ്യിലാണ്. അപ്പൊ ഒരു ദരിദ്രവാസി വിചാരിക്കേണ്ട എന്താ? അള്ളാഹുവിന്റെ ഖജാനകാരിയായിട്ടല്ല ഞാൻ എന്തായത്, ദരിദ്രവാനായത്. അതിനെന്തോ സിറുണ്ട്, എന്തോ രഹസ്യമുണ്ട്. ഒരു മുതലാളി മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായത് കൊണ്ട് കിട്ടിയതല്ല, ഇത് അള്ളാഹുവിന്റെ ഖജാനയിൽ നിന്ന് വന്നതാണ്. കണ്ടോ, എല്ലാറ്റിലേക്കും മടക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നത്, അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു. കണ്ടോ, പക്ഷേ വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഖജാന കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. നാം നിശ്ചയിക്കപ്പെട്ട, അറിയപ്പെട്ട ഓരോ അളവിലല്ലാതെ ഓരോന്നിനെയും നാം ഇറക്കിക്കൊടുക്കൂല.
ഇപ്പൊ നോക്ക് നിങ്ങള്, ആകാശത്തെ മഴയുണ്ടല്ലോ, വെള്ളമുണ്ടല്ലോ, അല്ലാഹു തആല ആ വെള്ളം ഒന്നിച്ച് അങ്ങോട്ട് യഥേഷ്ടം ഒരു പിശുക്കുമില്ലാതെ കൊടുക്കുന്ന ആളാണ്, ബാസിത്താണ് എന്നുള്ള നിലക്ക് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുന്ന കഴിവുള്ളവനാണ് എന്നുള്ള നിലക്ക് ആകാശത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ചരിക്കാൻ പുറപ്പെട്ടാൽ ബസ്ത് മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ ആലോചിച്ചോ, എന്തായിരിക്കും അവസ്ഥ? ഇവിടെ പ്രളയമുണ്ടാകില്ലേ? ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ കഴിയോ? ഏതെങ്കിലും ശക്തികൾക്ക് നിയന്ത്രിക്കാൻ കഴിയോ? നോക്ക് നിങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രളയമുണ്ടായിട്ട് എത്ര മനുഷ്യമക്കളാണ് മരിച്ചുപോയത്, ജന്തുജാലങ്ങളാണ് മരിച്ചുപോയത്. ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞോ? അല്ലാഹു തആല അതിനെ ഇംസാക്ക് ചെയ്യലല്ലാതെ, മഴയെ അവിടെ പിടിച്ചു നിർത്തലല്ലാതെ മറ്റു മാർഗമില്ല. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. മഴ എന്ന വിഷയത്തിൽ അല്ലാഹു തആലയുടെ ഖബർ നടന്നില്ലെങ്കിൽ വെറും ബസ്ത് മാത്രം പോരായിരുന്നോ? എന്തിനാണ് ഖബർ ചെയ്യണത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിന്റെ കറമിനോട് യോജിച്ചത് ബസ്തല്ലേ? അല്ലാഹു തആലയുടെ ഉദാരതയോട് യോജിച്ചത് ബസ്തല്ലേ? പിന്നെ എന്തിനാണ് ഖബർ ചെയ്യണത് എന്ന് ചോദിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖബർ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ പല അപകടങ്ങളും സംഭവിച്ചു പോകും. ബസ്ത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. നോക്ക് നിങ്ങള്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ തന്നെ അത് വെള്ളല്ലേ ഉസ്താദെ, പ്രളയമല്ലേ? അത് വേണമെങ്കിൽ ഖബർ ചെയ്യുന്ന നമുക്ക് സമ്മതിക്കാം. അല്ലാഹു തആല ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ ഓതിയ ആയത്തില് അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ. അല്ലാഹു തആല ഭക്ഷണം വിശാലമാക്കി കൊടുക്കുകയും ചെയ്യും, അത് കുറച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് രണ്ടും അല്ലാഹുവിന്റെ പ്രത്യേകതയാണ് എന്ന് പറഞ്ഞപ്പം ഭക്ഷണത്തിന് എന്തിനാ അങ്ങനെ എല്ലാവർക്കും യഥേഷ്ടം കൊടുത്തൂടെ? അങ്ങനെ ഉണ്ടല്ലോ ചില ഇസക്കാര്, ഇവിടെ മുതലാളിമാരാകണം, എല്ലാവരും മുതലാളിമാരാകണം, മുതലാളിത്ത സിദ്ധാന്തം, എല്ലാവരും മുതലാളിമാരാകണം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ക്യാപിറ്റലിസം. ഇവിടെ പലജാതി ഇസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. എല്ലാം ഇസ്ലാമിനുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നിനും പ്രായോഗികതയില്ല എന്ന് വ്യക്തമാണ്. അല്ലാഹു തആല പറയാണ്, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കില്ല, മുതലാളിത്തം എല്ലാവർക്കും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദി ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസ്വീർ. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹു പറയാണ്, വലോ ബസത്തല്ലാഹു റിസ്ഖ, ഭക്ഷണത്തെ അല്ലാഹു തആല പിടുത്തമില്ലാതെ അങ്ങ് വിതരണം ചെയ്യുകയായിരുന്നെങ്കിൽ, ഒരു പിടുത്തവുമില്ലാതെ യഥേഷ്ടം എല്ലാവർക്കും ചെരിഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ, സുബ്ഹാനല്ലാഹ് ലബഗൗ ഫിൽ അർളി, ഭൂമിയിൽ അവർ അതിക്രമം നടത്തുമായിരുന്നു. ഒരു പിശുക്കുമില്ലാതെ ഭക്ഷണം അങ്ങട്ട് യഥേഷ്ടം പരത്തി അങ്ങ് കൊടുക്കുകയായിരുന്നെങ്കിൽ, ലൂസാക്കി അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നെങ്കിൽ, ലബഗൗ ഫിൽ അർളി ലതകബ്ബറു. മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു എഴുതിയാണ്, ലതകബ്ബറു വ അഫ്സദു ഫിയാ ബത്തറാ. ഇവിടെ അഹങ്കാരമേ ഉണ്ടാവുള്ളൂ. ക്യാപിറ്റലിസം കൊണ്ട് ഈ ലോകത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഇവിടെ അക്രമങ്ങളെ നടക്കുള്ളൂ. ഒരു കൂലിപ്പണിക്കാരനെ തെരഞ്ഞാൽ കിട്ടൂല. കിട്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു കൂലിപ്പണിക്കാരനെ തെരഞ്ഞാൽ കിട്ടൂല. കാര്യങ്ങളൊന്നും കൃത്യമായി നടന്നു പോകൂല. ഈ ലോകത്തുള്ള എല്ലാവരും മുതലാളിമാരെന്ന് സങ്കല്പിച്ചു നോക്കുക. ഒരു വീടുണ്ടാക്കാൻ കഴിയോ? മുതലാളിക്ക് വീടുണ്ടാക്കാൻ കഴിയൂല. തൊഴിലാളികൾ വേണം. തൊഴിലാളികളെ കിട്ടുകയോ? ഇല്ല. കാരണം മൂപ്പര് മുതലാളിയാണ്. ഗൾഫിന്റെ വലിയ സാമ്പത്തികമായ സ്വാധീനം തന്നെ വന്നതോടുകൂടെ തന്നെ പലപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പിന്നെ ബംഗാളികൾ അല്ലാഹു തആല ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് കുറെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോയത് അല്ലേ? ചിന്തിക്കാൻ മാത്രമുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. അല്ലാഹു തആല പറയാണ്, വലോ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർളി. അല്ലാഹു തആല ഭക്ഷണം അതിനെ പിടിച്ചു കെട്ടാതെ യഥേഷ്ടം അങ്ങ് വിതരണം ചെയ്തിരുന്നെങ്കിൽ, എല്ലാരും മുതലാളിമാരായി തീർന്നിരുന്നെങ്കിൽ, ലബഗൗ ഫിൽ അർളി ലതകബ്ബറു വഅഫ്സദു ഫിയാ ബത്തറാ.
അവര് അതിക്രമങ്ങളിലൂടെ ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കി കളയും. ഒരു തഫ്സീർ. മറ്റു തഫ്സീർ ഇവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. ഒരാളുണ്ടാക്കിയ കൊട്ടാരം അതുപോലത്തെ കൊട്ടാരം തന്നെയാണ് മറ്റാൾക്കും. അതായിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇയാളുടെ അസൂയ പിന്നെ പ്രശ്നങ്ങളിലേക്ക് എത്തി. ഒരാൾ വാങ്ങുന്ന വാഹനം അതുപോലത്തെ വാഹനമാകണം മറ്റാൾക്ക്, ഇല്ലെങ്കിൽ പ്രശ്നമായി. എല്ലാം സമതുലാവസ്ഥയിൽ നീങ്ങേണ്ടി വരും. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ എന്തെങ്കിലും താഴ്ച വന്നാൽ അവിടെ പ്രശ്നമായി, കുഴപ്പമായി, അസൂയ എതിർപ്പുകളായി, ശത്രുതയായി, അക്രമമായി, പോരാട്ടമായി. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യങ്ങളോ കൂടുതലുള്ള സമയം ഒരു കൊലപാതകം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പഴയ കാലഘട്ടങ്ങളിലേക്ക് ചിന്തിക്കണം. ഒരു 19 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടുകളിൽ, നമ്മുടെ പത്രങ്ങളിൽ കൊലപാതകത്തിന്റെ ചിത്രം കാണാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് കാണുന്നത് പോലെയുള്ള അക്രമങ്ങളും ചേരി തിരിഞ്ഞുള്ള പോരാട്ടങ്ങളും നാം കാണൽ കുറവാണ്, തീരെ ഇല്ലാന്നല്ല. ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നം എന്നല്ലല്ലോ പറയുന്നത്. പണം കൊണ്ട് ഈ സാമ്പത്തികമായി എല്ലാവരും ഉയർന്നു വരുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇത് മാത്രമാണ് പ്രശ്നങ്ങൾക്ക് കാരണം, അതുമില്ല. അപ്പൊ പഴയ കാലങ്ങളിൽ തീരെ പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളില്ല. എന്താ കാരണം? അന്ന് അങ്ങനെയാണ്. ഒരു കല്യാണം ഒരു വീട്ടിൽ നടക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തൊരു ഒത്തൊരുമയാണ്. കാരണം അവിടെ നാട്ടുകാർ ഗ്രാമീണരാണ്, എല്ലാവരും അങ്ങും ഇങ്ങും ആശ്രയിച്ച് ജീവിക്കേണ്ട ആളുകളാണ്. എല്ലാവരുടെ കയ്യിൽ യഥേഷ്ട മുതലുകളില്ല. എന്റെ വീട്ടിൽ അരി ഉണ്ടെങ്കിൽ മല്ലി ഉണ്ടാവില്ല, മല്ലി അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. എന്റെ വീട്ടിൽ മുളകുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കറി വെക്കാൻ ആവശ്യമായ മത്സ്യം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അവർക്ക് കറി വെക്കാനുള്ള മത്സ്യത്തിന് മുളക് ഞാൻ കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചിട്ടുള്ള ജീവിതം ഉണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അല്ലാഹു തആല പരത്തി കൊടുത്തില്ല. സാമ്പത്തികമായ വസ്തു കുറഞ്ഞൊരു കാലഘട്ടത്തിൽ സമാധാനത്തോടുകൂടെയുള്ള ജീവിതം ഉണ്ടായി. പരസ്പരം ആശ്രയിക്കേണ്ടി വന്നപ്പോൾ ഒരു നാട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണത്തിന് പന്തല് വാടകയ്ക്ക് ഏൽപ്പിച്ചാൽ നാട്ടുകാർ പിണങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വാടക തുടങ്ങിയ കാലഘട്ടം ഉണ്ടല്ലോ, പന്തല് വാടകയ്ക്ക് തുടങ്ങിയ കാലത്ത് ആരെങ്കിലും വാടക കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബഹിഷ്കരണം പോലെയാണ് നാട്ടുകാർ. പന്തല് നമ്മളെല്ലാവരും കൂടി കെട്ടേണ്ടതല്ലേന്നാ. നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ചിട്ട് പന്തല് കെട്ടി എത്ര ആവേശത്തോടു കൂടിയാണ് അങ്ങനെ ഒരു കല്യാണം നടക്കാറുള്ളത്. അങ്ങനെ ഒരു കല്യാണം നടക്കലോടുകൂടെ ആ ഗ്രാമീണർ മുഴുവനും ഒറ്റക്കെട്ടായി ഒരു ഐക്യത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ഒരു വിവാഹം നടക്കലോടുകൂടെ ഒരു നാട്ടിലെ സൗഹാർദ്ദത്തിന് ഊർജം നൽകപ്പെടുകയാണ്. എത്രയോ ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് അവരുടെ ഇടയിൽ മാനസികമായ സൗഹാർദ്ദം. ഒരു കാലത്തെ ചിത്രമാണ്. അല്ലാഹു തആല പറയാണ്, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദി. ഭൂമിയിൽ അതിക്രമം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഭൗതികമായ പ്രസരിപ്പ് ഇവിടെ സംജാതമാകുന്നത് മുഖേനയാണ്. അതുകൊണ്ട് ഖബദിനെ ആരും മോശമായി കാണണ്ട. അള്ളാഹുവിന്റെ ഖബദല്ല പ്രശ്നം, ബസ്തിനാണ് കൂടുതൽ. നാം ബാഹ്യമായി ഭൗതിക ലോകത്തുള്ള ബസ്തിനെ കുറിച്ചാ പറയുന്നത്. ബസ്ത് എന്ന് പറയുമ്പോൾ ഇബാദത്തിൽ ബസ്തുണ്ട്, ഇൽമില് ബസ്തുണ്ട്, ആത്മീയതയിൽ ബസ്തുണ്ട്. അത് വേറെ ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പാണ്ഡിത്യം അല്ലാഹു തആല നിറയെ കൊടുക്കുക, കണക്കില്ലാതെ കൊടുക്കുക. ഇത് ബസ്താണ് അല്ലേ? തസ്ബീഹ് ചൊല്ലാനുള്ള ചാൻസ് കണ്ടമാനം കൊടുക്കുക, അത് ബസ്താണ്. മഹാനായ ഖാലിദ് ഇബ്നുൽ മഅദാൻ റളിയല്ലാഹു അൻഹു ദിവസേന 30,000 തസ്ബീഹ് ചൊല്ലാറുണ്ടായിരുന്നു. അവസാനം ബഹുമാനപ്പെട്ടവരെ വഫാത്തായപ്പോൾ അദ്ദേഹത്തിനെ കുളിപ്പിക്കാൻ കിടത്തിയ കട്ടിലിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൈ ചലിക്കുകയാണ്. എന്താ? ബഹുമാനപ്പെട്ടവര് അപ്പോഴും തസ്ബീഹ് ഇല്ലാണെന്നാ പറയണത്. ഇതൊരു ബസ്താണ്. അങ്ങനെ എത്രയോ ആളുകൾക്ക് ബസ്ത് ആരാധനയുടെ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്, വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, അത് വേറെ വിഷയമാണ്. ബസ്തിന്റെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു വിഭാഗമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഭൗതികമായ ബസ്തിനെ കുറിച്ചാണ്. അല്ലാഹു പറയുന്നത്, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി
ലബഗൗ ഫിൽ അർളി വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. കണ്ടോ? അല്ലാഹു തആല ഭക്ഷണത്തില് ചില ആളുകൾക്ക് കുറവ് കൊടുക്കും, ചില ആളുകൾക്ക് വസ്തു കൊടുക്കും, വിശാലത കൊടുക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ചെറിയ ഉള്ളില് ഒരു ചെറിയ വസ്വാസം ഉണ്ടാകാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് അത് തിരുത്തുന്നത്. ഖബല് എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ആരും മോശമായി കാണണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഹിക്മത്തുണ്ട്. അതാണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു എഴുതിയത്. വല്ലാഹു യഖ്ബിദു വ യബ്സുത്തു വ ഇലൈഹി തുർജഊൻ എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹു ബഹുമാനപ്പെട്ടവരെ എഴുതിയത് ഹസ്ബ മഖ്തദത്തി ഹിക്മത്തു. അല്ലാഹുവിന്റെ ഹിക്മത്തിന്റെ തേട്ടമനുസരിച്ചാണ് അല്ലാഹു തആല കൊടുക്കുക. നിങ്ങൾ നോക്കി, ഈ ലോകത്ത് എല്ലാം ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ കൊടുക്കുന്നിടത്ത് അല്ലാഹു തആല പറയാണ് വലാകിൻ യുനസ്സിലു ബിഖദരി മാ യശാ. അവൻ ഉദ്ദേശിക്കുന്ന അളവനുസരിച്ച് മാത്രം ഓരോ സ്ഥലത്തും അവൻ ഇറക്കി കൊടുക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ തന്നാൽ കാര്യം പ്രശ്നമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ സ്ഥിതി എന്താണെന്നറിയാം, നമുക്കെല്ലാം അറിയാമല്ലോ. ഈ ലോകത്ത് ഇന്ന് വർത്തമാന കാലത്ത് നാം അനുഭവിക്കുന്നത് പോലെയുള്ള ഭൗതികമായ പ്രസരിപ്പില്ലാത്ത കാലഘട്ടമാണ്, എല്ലാവർക്കും അറിയാം. തീ പുകയാത്ത വീടുകളായിരുന്നു. നാം എല്ലാം ചർച്ച ചെയ്യാറുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാൻ തന്നെ അവകാശമില്ല, അത്രയും ധാരാളിത്തമാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ളത്. പക്ഷേ തീ പുകയാത്ത അടുപ്പുകളുള്ള സ്വഹാബത്തിന്റെ വീടുകളിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയാണ് മാലി ഫഖ്രിൻ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അൻ തുബ്സത ദുനിയാ അലൈക്കും. നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നു പോകുന്നതല്ല എന്റെ ഭയപ്പാട്, എന്റെ ആശങ്ക അതിലല്ല. മുത്തുനബി പറയാ, എന്റെ ആശങ്ക നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിലല്ല, വലാകിൻ അൻ തുബ്സത ദുനിയാ അലൈക്കും, അഖ്ശാ അൻ തുബ്സത ദുനിയാ അലൈക്കും. നിങ്ങളുടെ മേലിൽ ദുനിയാവ് ബസ്ത് ചെയ്യപ്പെടലിനെ, അതിനെ വിശാലമാക്കപ്പെടലിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്, ഞാൻ ആശങ്കിക്കുന്നുണ്ട്. കമാ ബുസിത്തത് അലാ മൻ കാന ഖബലകും. നിങ്ങളുടെ മുൻഗാമികൾക്ക് ബസ്ത് ചെയ്യപ്പെട്ടതുപോലെ നിങ്ങൾക്ക് ദുനിയാവിനെ ബസ്ത് ചെയ്യപ്പെടുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം അത് നല്ലൊരു ലക്ഷണമല്ല. നോക്ക് നിങ്ങള്, ഇത് നല്ല ലക്ഷണമായിരുന്നെങ്കിൽ വലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാഹീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകുകളിലായിട്ട് നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യ മക്കളും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലുണ്ട്, അല്ലേ? നമ്മളൊക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന ഉപ്പാപ്പന്റെ കൂടെ. ആ ഇറക്കത്തിൽ അല്ലാഹു തആല പറഞ്ഞത് വലക്കും, നിങ്ങൾക്ക്. കണ്ടോ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവി രണ്ടാള് മാത്രമേ ഉള്ളൂ. ലക്കുമാന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയല്ല പറഞ്ഞത്. വലക്കും, നിങ്ങൾക്കുണ്ട്. ജം ആയിട്ടാണ്, പ്ലൂരലായിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കുണ്ട്. അതായത് ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എല്ലാ മനുഷ്യന്മാരുമാകുന്ന നിങ്ങൾക്കുണ്ട്. ഫിൽ അർളി, ഭൂമിയിൽ, മുസ്തഖറും വ മതാഉൻ, താമസ സ്ഥലം ഉണ്ട്. വ മതാഉൻ, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ, ഭക്ഷണങ്ങൾ, വാഹനങ്ങൾ, ഉപയോഗ വസ്തുക്കൾ, എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ട്. ഇലാഹീൻ, നിശ്ചിത സമയം വരെ ഉള്ളതെല്ലാം അവിടെയുണ്ട് കേട്ടോ. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് ചൊവ്വയിൽ താമസിക്കാൻ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചടക്കുകയാണ്. ചങ്ങായിമാരെ, അതിന് കുഴപ്പമുണ്ടെന്നല്ല പറയണത്, നിങ്ങൾ താമസിക്കാൻ അവിടെ സ്ഥലമുണ്ടോന്ന് പോയി നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്ക് നിങ്ങള്, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഈ ഭൗമലോകത്ത് മനുഷ്യന്മാർക്ക് ഇതിന്റെ അന്ത്യകാലഘട്ടം വരെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് കഴിയാനുള്ള എല്ലാ വിഭവങ്ങളും ഈ ലോകത്തുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കാലത്ത് പട്ടിണി കിടന്നുകൊണ്ടാണ് പല സ്വഹാബത്തും ജീവിച്ചത്. എന്തേ? ഭൂമിയിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടാണ്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിന് ശേഷം ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഭക്ഷണം യഥേഷ്ടമുണ്ട്. ഈ ഭക്ഷണം ആ സ്വഹാബത്തൊക്കെ വഫാത്തായി പോയതിനു ശേഷം അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഗോഡൌൺ ആയിട്ട് ഇങ്ങോട്ട് ഇറക്കിയതാണോ? അല്ല, ഈ ഭൂമി തന്നെയാണ് അതിന്റെ എല്ലാം നിദാനം. അപ്പോൾ ഭൂമി ഭക്ഷണത്തിന് സൗകര്യമായി അല്ലാഹു തആല പാകം ചെയ്തിട്ടുണ്ട്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യം അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് താമസിച്ച കാലഘട്ടത്തിൽ
ഓല ഷെഡായിരുന്നു, ഈത്തപ്പന ഓലയുടെ ഷെഡായിരുന്നു വീട്. ഇന്ന് നമ്മൾ കോൺക്രീറ്റ് ആണ്. ഈ കോൺക്രീറ്റിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഇപ്പോൾ ഈ കാലത്ത് ആകാശത്തിൽ നിന്ന് ഇങ്ങനെ ക്രെയിനിലൂടെ ഇറക്കിയതാണോ? അല്ല. വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. പഴയ കാലങ്ങളിൽ നമ്മൾ താമസിക്കുന്ന കാലത്ത് തന്നെ പഴയ കാലത്ത് വീടുകളിലെ ഫ്ലോറിങ് ചളി പുരട്ടിയതായിരുന്നു. അന്നും നമ്മുടെ ഈ ഭൂമി ലോകത്ത് ഗ്രാനൈറ്റുകളുണ്ട്, മാർബിളുകളുണ്ട്. പക്ഷേ അത് അല്ലാഹു തആല ആ സമയത്ത് നമുക്ക് ഇറക്കി തന്നില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിലുണ്ട്. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു യഖ്ബിദു വയബ്സുതു. അല്ലാഹു തആല ഖബദ് ചെയ്യുന്നു, പിടിച്ചു വെക്കേണ്ടത് പിടിച്ചു വെക്കുന്നു, കൊടുക്കേണ്ടത് കൊടുക്കുന്നു. പക്ഷേ വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. ഓരോന്നിന്റെ ഹിക്മത്തനുസരിച്ച് അല്ലാഹു തആല ഇറക്കി കൊടുക്കും. സ്വഹാബത്തിന്റെ കാലത്ത് ബസ്ത് നല്ലോണം നടന്നിട്ടുണ്ട്. പക്ഷേ അത് ശാപ്പാടിലുള്ള ബസ്തല്ല, അത് കോൺക്രീറ്റിലുള്ള ബസ്തല്ല, കൊട്ടാരങ്ങളിലുള്ള ബസ്തല്ല. സ്വഹാബത്തിന്റെ കാലത്തുള്ള ബസ്ത് അത് ഇൽമിലും ഇബാദത്തിലുമുള്ള ബസ്തായിരുന്നു. ഇന്ന് നേരെ മലക്കം മറിഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ടാണ് ആയത്തിനെ നാം ശരിക്ക് ഗൗരവത്തോടുകൂടെയാണ് മനസ്സിലാക്കേണ്ടത്. വല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. അല്ലാഹു തആല ഖബദ് ചെയ്യുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അല്ലാഹു ഖബദ് ചെയ്യുന്നു, അല്ലാഹു ബസ്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞെടുത്ത് എന്തിനെ ഖബദ് ചെയ്യുന്നു, എന്തിനെ ബസ്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല. ചില ആളുകൾക്ക് ബസ്ത് ചെയ്യുന്നത് ആരാധനകളിലാണ്. നല്ലോണം ആത്മീയമായ ഭക്ഷണം കൊടുക്കും. അതേ സമയത്ത് അയാൾക്ക് ശാരീരികമായ ഭക്ഷണം തുലം കുറവായിരിക്കും. അപ്പൊ അവിടെ ഖബലാണ്, മറ്റടുത്ത് ബസ്താണ്. ചില ആളുകൾക്ക് നേരെ മറിച്ചാണ്. ഈ ഒരു മറയ്ക്കലാണ്, മലക്കം മറയലാണ് സത്യത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു ബസ്ത് ഈ കാലഘട്ടത്തിൽ കാണുന്നത്. ഇതിനെയാണ് ആശങ്കയോടുകൂടെ കണ്ടുകൊണ്ട് മുത്തുനബി പറയുന്നത്, സ്വഹാബത്തെ മാലി ഫഖ്രിൻ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അൻ തുബ്സത ദുനിയ അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലകും. നിങ്ങളുടെ മുൻഗാമികൾക്ക് ദുനിയാവിനെ ബസ്ത് ചെയ്യപ്പെട്ടതുപോലെ നിങ്ങൾക്കും ബസ്ത് ചെയ്യപ്പെടലിനെ ഞാൻ ഭയപ്പെടുന്നു. ദാരിദ്ര്യം ഞാൻ അത്ര ആശങ്കപ്പെടുന്നില്ല. കണ്ടോ? ശരിയല്ലേ? ഇന്ന് പ്രശ്നങ്ങളില്ലേ? പ്രശ്നങ്ങൾ ഉടലെടുത്തില്ലേ? കുഴപ്പങ്ങളില്ലേ? സമാധാനത്തോടുകൂടെ അന്തി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായ സമാധാനം ഇന്ന് എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടിയാണുള്ളത്. ഈ ഭൗതികമായ പ്രസരിപ്പിന്റെ ഒറ്റ കാരണം കൊണ്ട് തമ്മിൽ ഒരാൾക്കും ഒരാളെയും കണ്ടുകൂടാത്തൊരവസ്ഥയിലേക്ക്, അഥവാ അസൂയകളിലൂടെ കാര്യം ഉടലെടുത്തു. ഇവിടെ പ്രശ്നം ഉണ്ടാകണത് കൊലപാതകമല്ല ഉണ്ടാകണത്, അസൂയല്ലല്ലോ എന്നൊന്നും. അസൂയാൻ എല്ലാറ്റിന്റെയും പിന്നിലുള്ളത് അസൂയ. അവിടുന്ന് കിട്ട കാര്യങ്ങൾ തുടങ്ങി. വലൗ ബസത്തല്ലാഹു റിസ്ഖ, അല്ലാഹു തആല റിസ്കിനെ വിശാലത ചെയ്യുന്നെങ്കിൽ ഇബാദിഹി ലബഗൗ ഫിൽ അർളി, ഭൂമിയിൽ അവർ അതിക്രമം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട ഹാബീലിന്റെ അവിടുന്ന് നമ്മൾ ഉദാഹരണം കാണണം. അതിന്റെ അപ്പുറത്ത് പിശാചിന്റെ അവിടെ നമ്മൾ ഉദാഹരണം കാണണം. കണ്ടില്ലേ? അസൂയയായിരുന്നല്ലോ പിശാചിന്റെ തുടക്കം. അസൂയ. അവന് ജനങ്ങളെ മുഴുവൻ തറപറ്റിക്കാൻ വലിയ ശത്രുവായി മാറാനുള്ള കാരണം എന്താണ്? അസൂയയാണ് തുടക്കം. ഹാബീലിനെ കാബീൽ കൊലപ്പെടുത്തുന്നത് അസൂയയാണ് തുടക്കം. അത് കൊലപാതകത്തിൽ കലാശിച്ചു. ഇതേ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഇന്ന് നമ്മുടെ കാലഘട്ടം അനുഭവിക്കുന്നതും ഇതേ പ്രശ്നമാണ്. ഈ അസൂയ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖല ഈ ലോകത്ത് സാമ്പത്തികമായ പ്രസരിപ്പുണ്ടാകുന്ന സമയത്താണ്. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല ഖാബിലാണ്, ബാസിത്തും ആണ്. ഒരുപാട് ഹിക്മത്തുകൾ അല്ലാഹുവിന് അതിന്റെ പിന്നിലുണ്ട്. ആ ഹിക്മത്തുകൾക്കനുസരിച്ച് മാത്രം അല്ലാഹു തആല കാര്യങ്ങൾ ചെയ്യുന്നു. നോക്ക് നിങ്ങള്, മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയാണ്, വമാ മിൻ ശൈഇൻ ഇല്ലാ വനഹ്നു ഖാദിറൂന അലാ ഈജാദിഹി വതക്വീനി അളഅഫ മാ വുജിദ മിൻഹു. അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിലാണ്
മഹാനായ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നത്, മോനെ, വമാ മിൻ ശൈഇൻ, ഒരു വസ്തുവും തന്നെ ഇല്ല, ഇല്ലാ വനഹ്നു ഖാദിറൂന അലാ ഈജാദിഹി വ തക്വീനിഹി, ആ വസ്തുവിനെ ഉണ്ടാക്കാൻ നമുക്ക് കഴിവില്ലാതെയില്ല. ഏത് വസ്തു ഉണ്ടെങ്കിലും നമുക്ക് കഴിവുണ്ട്. എന്ത്? അലാ ഈജാദിഹി വ തക്വീനിഹി അഫമാ ഉജിദ മിൻഹു, ആ വസ്തു ഇപ്പോൾ എത്രയാണോ ഉണ്ടായത്, എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടായത്, അതിനേക്കാൾ എത്രയോ ഇരട്ടി ക്വാണ്ടിറ്റിയിൽ അതിനെ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടല്ലാതെ ഇല്ല എന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം. അതായത് ഒരാൾക്ക് ഒരു 10 ലക്ഷത്തിന്റെ പൊരയാണ് അല്ലാഹു തആല കൊടുത്തതെങ്കിൽ അതിനെ കോടികളുടെ പൊരയാക്കി മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടല്ല 10 ലക്ഷത്തിന്റെ പൊരയാക്കി ചുരുക്കിയത്. ഒരാൾക്ക് ആൾട്ടോ 800 കൊടുത്തതെങ്കിൽ അയാൾക്ക് എന്താണ് മറ്റേ ഇന്നോവ കൊടുക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല 800 കൊടുത്തത്. ഇത് എന്തിനാ ഞാൻ വെറുതെ തമാശക്ക് പറയല്ല. ഇവിടെ ഓനെക്കാളും വലിയ മുന്തിയ ആളായിട്ട് എനിക്ക് അല്ലാഹു തആല തന്നതാണെന്ന് കരുതുകയും വേണ്ട. എല്ലാം കൃത്യമായി വിശ്വാസത്തോടെ കണക്ട് ചെയ്യാനാ പറയുന്നത്. ഉസ്താദെ, അതും നിങ്ങൾ കൊണ്ടുപോയിട്ട് ഈമാനിൽ കൊണ്ടുപോയിട്ട് കെട്ടണോന്ന് ചോദിക്കണ്ട. ഈ കാറും ബസ്സും പോരയും നമുക്ക് ബിസിനസ് തന്നത് ഒക്കെ നിങ്ങൾ ഈമാനിലേക്ക് കൊണ്ടുപോയാ പിന്നെ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളതായിട്ടൊന്നുമില്ല. അതെന്നാ പറയണത്? മനസ്സിലായിട്ടില്ലേ? ഇവിടെ എന്താ, നീ 1500 കോടി റുപ്യന്റെ ആസ്തിയുള്ള ആളാ. നീ സക്കാത്ത് കൊടുക്കുമ്പം മറ്റേ ഷോൾഡർ കുലുക്കിക്കാണ്ട് കൊടുക്കൊന്നും വേണ്ട. നീ ഷോൾഡർ കുലുക്കി കൊടുക്കണ്ട. നീ കൊടുക്കേണ്ടത്, നീ കൊടുക്കുന്നതും അല്ലാഹുവാണ്. നിനക്ക് ബസ്ത് ചെയ്തു തന്നവൻ അല്ലാഹുവാണ്. നീ കൊടുക്കുന്ന കാശ് ഏറ്റുവാങ്ങാൻ വന്ന ദരിദ്രവാസി, അവനക്ക് ദാരിദ്ര്യം കൊടുത്തതും അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒന്നിന്റെയും ക്രെഡിറ്റുകളോ ഡെബിറ്റുകളോ നമ്മുടെ കൈവശത്തിലോ അധികാരത്തിലോ അല്ല. എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, എല്ലാം അല്ലാഹുവിനെ നോക്ക്. നിങ്ങൾ മുതലാളിയെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കരുതേണ്ടത് എന്താണെന്നറിയോ? ആ സാധുവിന് ഒരു 10,000 ഉറുപ്പിയുടെ ചെറ്റക്കുടിലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു 2 ലക്ഷം ഉറുപ്പിയുടെ ഒരു വീട് അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് വിനയത്തിലേക്ക് കടന്നു ചെല്ലണം. നിങ്ങളുടെ മനസ്സ് പറയേണ്ടത് എന്താണെന്നറിയോ? വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു, ആ ചെറ്റക്കുടിലുകാരനായ മനുഷ്യന് 2 ലക്ഷം ഉറുപ്പികയുടെ പൊര ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാഹുവിനെ കഴിയാത്തത് കൊണ്ടല്ല. നിങ്ങളെ പരീക്ഷിക്കാനും അയാളെ പരീക്ഷിക്കാനും 2 ലക്ഷം കൊടുക്കാൻ അയാൾക്ക് കൊടുക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് തന്നു. അയാൾ ക്ഷമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പാകതയിൽ അയാൾക്ക് ആ രൂപത്തിലുള്ള ശോഷിപ്പും കൊടുത്തു എന്നല്ലാതെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ഹുങ്ക് കരുതുകയും വേണ്ട. അയാൾക്ക് കിട്ടിയതാൽ പൊറുതികേട് കാണിക്കുകയും വേണ്ട. ഓക്കെ, നിങ്ങൾ ബൈബിൾ തഫ്സീർ ചെയ്താണ്. വമാ മിൻ ശൈഇൻ ഇല്ലാ വനഹ്നു ഖാദിറൂന അലാ ഈജാദിഹി വതക്വീനിഹി അദ്ഫമാ വുജിദ മിൻഹു. ഇവിടെ എത്രയാണോ അല്ലാഹു തആല നൽകിയത്, ആ നൽകിയതിന്റെ എത്രയോ ഇരട്ടി എനിക്ക് കൊടുക്കാൻ കഴിയും, ഞാൻ അവർക്ക് കൊടുക്കാൻ കഴിയും. കഴിഞ്ഞിട്ടല്ലാത്ത ഒരു വസ്തുവും ഇവിടെ ഇല്ല എന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ വിവക്ഷ. അല്ലാഹു തആല കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൊടുക്കാത്തതാണ് സാധുവിന്. ഞാനൊക്കെ ഇപ്പം വലിയ വലിയ ഡിഗ്രി ഒക്കെ വാങ്ങിയ ആളായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് തന്നതാണ് എന്ന് വിചാരിക്കേണ്ട. അജിബ്തു മിനർ റസ്ഖിൽ ഇലാഹി മുസീഅഹു. ലേ, എത്ര തമ്മാടികളായ ആളുകൾക്ക് അല്ലാഹു തആല ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ? അതേ സമയത്ത് എത്രയോ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കൂടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണാണ്. രണ്ടും ഈ ലോകത്ത് കാണിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ ബസ്തും അല്ലാഹുവിന്റെ ഖബ്ദും ഈ ലോകത്ത് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു തആല ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതാർക്കും ആ വിഷയത്തിൽ ഒന്നും അവകാശപ്പെടാനില്ല. ഇനി നോക്ക് നിങ്ങള്, ഇവിടെ ഒരു മുതലാളി, ഞാൻ ഒരു മുതലാളി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തല്ല, ഞാനൊരു മുതലാളിയാണെന്ന് അതുകൊണ്ട് പറയേണ്ടത് കുഴപ്പമില്ലല്ലോ. മുതലാളിമാർക്ക് മുതലാളിമാർ പറയേണ്ടത് കുഴപ്പമില്ല. നോക്ക് നിങ്ങള്, ഇവിടെ ഒരു മുതലാളി ആയിട്ടുണ്ടെങ്കിൽ എങ്ങനായതാണ്?
അവന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് ഖബളോടുകൂടെയാണ് അവൻ പുറത്തേക്ക് വരുന്നത്. അവന്റെ കൈവശത്തിലൊന്നുമില്ല. കൂട്ടിപ്പിടിച്ച കൈകളുമായി അവൻ പുറത്തേക്ക് വന്നു. പിന്നെ എവിടെ നിന്ന് കിട്ടി? എവിടെ? ആദ്യമേ അല്ലാഹു തആല സജ്ജമാക്കി വെച്ചതല്ലേ. ഒരു തേൻ വിറ്റ് കാശുണ്ടാക്കിയ മുതലാളി, സത്യം പറഞ്ഞാൽ അവിടെ തേന് വിറ്റിട്ട് മുതലാളിയായി എത്ര ആളുകളില്ല. ശരിക്കും പറഞ്ഞാൽ ഇവന് ഫക്കീറ, ഈ മുതലാളി ഫക്കീറ, അവിടെ മുതലാളി തേന. കാരണം തേനീച്ച സ്വതക്കം കൊടുത്തിട്ടാണ് ഇവ മുതലാളിയായത് അല്ലേ? ഒരു എക്സാമ്പിൾ പറയാ. തേനീച്ചാണ് അവിടെ സത്യത്തിൽ. തേനീച്ച വലിയ ധർമ്മിഷ്ഠനാ. കുറച്ച് ആൾക്കാർ മുതലാളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂപ്പരുടെ തേനൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ മുതലാളിന്റെ കമ്പനിയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്താ. ഈ മുതലാളി കാറിലും ബൈക്കിലും വിമാനത്തിലും പറക്കണതിന്റെ ഇടയിൽ തേനീച്ചക്ക് തോന്നാണ് എല്ലാം മൂപ്പരൊന്ന് സ്വീപ്പാക്കണം എന്ന് തോന്നിയാല് പിന്നെ കാറിൽ പറക്കാൻ കഴിയൂല. തേനീച്ച കൊടുത്ത സ്വതക്കൊണ്ട് കഴിയണ ആളാണ് തേൻ മുതലാളി. സ്വർണം വിറ്റ മുതലാളി അയാള്. സ്വർണമാണ് അവിടെ മുതലാളി, ഇയാളല്ല മുതലാളി. സ്വർണം ഇയാൾക്ക് കിട്ടിയതിന്റെ പേര്. എല്ലാ വിഷയം അങ്ങനെയാണ്. മത്സ്യം കൊണ്ട് മുതലാളികളായ എത്ര ആൾക്കാരുണ്ട്. പക്ഷേ ആ മത്സ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുതലാളി. എന്നെ പിടിച്ചു കൊണ്ടുപോയിക്കൊന്ന എനിക്ക് കാശ് കിട്ടും എന്ന് പറയാൻ മൂപ്പരും കണ്ട് നിന്നു കൊടുത്താണ് ചെയ്താൻ വേണ്ടി. അല്ലെങ്കിൽ ഇവിടെ മുതലാളിയാകാൻ കഴിയോ? അപ്പോ ഇതിന്റെ എല്ലാം മടക്കം അല്ലാഹുവിലേക്ക് മടങ്ങണം. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. നമ്മുടെ വിഷയം അവിടെ. ഇവിടെ മുതലാളിയും തൊഴിലാളിയും ഒരേ രൂപത്തിൽ അല്ലാഹുവിലേക്ക് മടങ്ങണം. അതാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കാലത്ത് മുതലാളിമാരുണ്ടായിരുന്നു, തൊഴിലാളികളും ഉണ്ടായിരുന്നു. പക്ഷേ മുതലാളികളും തൊഴിലാളികളും ഒരേ മനസ്സും ഒരേ വിശ്വാസവും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുതലാളി തൊഴിലാളിക്ക് കൊടുക്കുന്ന സമയത്ത് ആ സമ്പന്നനായ മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും ഇത് എന്റേതാണ് എന്ന നാട്യം ഉണ്ടായിരുന്നില്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നമാ നുത്ഇമുക്കും ലിവജില്ലാഹ്. ഞാൻ ഓതിയല്ലോ ആയത്ത്. ആ ഒരൊറ്റ മാനസികാവസ്ഥയിൽ മാത്രമായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്താ കാരണം? ഇതിന്റെ എല്ലാം പിന്നിലുള്ള ശക്തി അല്ലാഹുവാണ് എന്ന ഒറ്റ ബോധമായിരുന്നു അവർക്കെല്ലാം ഉണ്ടായിരുന്നത്. മുതലും കിട്ട കൈ കിട്ടുമ്പോഴേക്ക് സുബ്ഹാന ജല്ല ജലാലു, ഇനി ഇതെല്ലാം എന്റേതാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അധപതിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയൊരു ചരിത്രം വിശുദ്ധ ഖുർആൻ പറയാണ്. ഈ ഒരു ബോധത്തിലേക്ക്, ഈ ഒരു മാനസികാവസ്ഥയിലേക്ക്, ഈ ഒരു വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാത്ത ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയാണ്. അൽ കഹ്ഫ് സൂറത്തിൽ ഇന്നും നമ്മൾ ഓതിയില്ലേ, രണ്ട് മനുഷ്യന്മാരുടെ ചരിത്രമാണ്. ഒരു ഉപ്പയുടെ രണ്ട് മക്കളാണ്. ഒരാള് മുഅ്മിനായ മനുഷ്യനാണ്, ഒരാൾ കാഫിറായ മനുഷ്യനാണ്. ഈ രണ്ട് മനുഷ്യന്മാരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയാണ്. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാ വദ്രിബ് ലഹും മസലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ ഫഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സറആ. അൽ കഹ്ഫ് സൂറത്തിന്റെ 32-ാമത്തെ ആയത്ത്, അവിടെ മുതൽ 44-ാം ആയത്ത് വരെയുള്ള സംഭവം രണ്ട് മനുഷ്യന്മാരെ കുറിച്ചുള്ള ചർച്ചയാണ്. ബനു ഇസ്രായേലുകളിൽപ്പെട്ട ഒരു ഉപ്പയുടെ രണ്ട് മക്കളാണ്. ഉപ്പ മരിക്കുന്ന സമയത്തുള്ള സ്വത്ത്, വലിയ സ്വത്തുള്ള ആളായിരുന്നു ഉപ്പ. 8000 ദീനാർ ഉണ്ടായിരുന്നു, സ്വർണ്ണ നാണയം. ഒന്ന് രണ്ടുമല്ല, 8000 സ്വർണ്ണ നാണയം ഉണ്ടായി. ആ 8000 സ്വർണ്ണ നാണയം രണ്ട് മക്കളും കൂടി പകുതി പകുതിയായിട്ട് ഓരിച്ചു. എന്നിട്ടോ കാഫിറായ മനുഷ്യൻ കുറെ പറമ്പ് വാങ്ങി. സുബ്ഹാനല്ലാഹ്, ആ പറമ്പിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. വലിയ മുതലാളിയാകുന്ന ചരിത്രം പറയണം. ഈ മുഅ്മിനായ മനുഷ്യൻ അതൊക്കെ ധർമ്മം ചെയ്തു, നല്ല കാര്യങ്ങൾക്കൊക്കെ ധർമ്മം ചെയ്തു. കാഫിറായ മനുഷ്യൻ ഇതൊക്കെ വലിയ സ്വത്തുണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് വലിയ സ്വത്ത് കൃഷി ചെയ്യലാണ്. നമ്മളിപ്പോഴത്തെ കാലത്തും അങ്ങനെയുള്ള റബ്ബർ തോട്ടങ്ങളും ഫ്രൂട്ട്സിന്റെ തോട്ടങ്ങളൊക്കെ വലിയതാണ്. നമ്മൾ കൃഷി കാണുമ്പോൾ വെറും നെല്ല് മാത്രം കണ്ടിട്ടാണ്. ഒരു അര ഏക്കറോ ഒരു ഏക്കറൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതുകൊണ്ടൊക്കെ മുതലാളിയാകാൻ കഴിയുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല ഉണ്ടാകരുത്. വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ
അത് റബ്ബറും മറ്റൊക്കെ എടുത്തിട്ടാണല്ലോ. നമ്മൾ കണ്ടില്ലേ, ക്രിസ്ത്യാനികളും മറ്റൊക്കെ വലിയ തോട്ടങ്ങൾ അവരുടെ കൈവശം ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെയാണ്, വലിയ തോട്ടങ്ങൾ. ഒരു കാലത്ത് വലിയ സാമ്പത്തിക നിലവാരത്തിന് കാരണമാകുന്നത് തോട്ടങ്ങളായിരുന്നു. അങ്ങനെ ഈ മനുഷ്യൻ, കാഫിറായ മനുഷ്യൻ, വലിയ തോട്ടുണ്ടാക്കിയിട്ട് അതിൽ നല്ല അല്ലാഹു തആല ബസ്തങ്ങട്ട് ചെയ്തു കൊടുത്ത് നല്ലോണം കായ്ക്കനികൾ ഉണ്ടായി, ഫലങ്ങൾ ഉണ്ടായി, യഥേഷ്ടം ഫ്രൂട്ട്സുകൾ ഉണ്ടായി. അവസാനം ഇയാൾക്ക് അഹങ്കാരമായി. ഇയാൾ എല്ലാം മറന്നു, വന്ന വഴി മറന്നു, കിട്ടിയ വഴി മറന്നു, എല്ലാം മറന്നു. സുബ്ഹാന ജല്ല ജലാലു. അവസാനം അയാൾ ഖേദിക്കുന്ന രംഗം വരെയുള്ള ചരിത്രം അല്ലാഹു പറയാണ്. വിശുദ്ധ ഖുർആൻ ബറക്കത്തോടുകൂടെ നമുക്ക് ഓതി നോക്കാം. അല്ലാഹു പറയാണ്, വദ്രിബ് ലഹും മത്ലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ. നിങ്ങൾ അവർക്ക്, ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം നബിയെ. രണ്ട് മനുഷ്യന്മാർ, അവരിൽ നിന്ന് ഒരാൾക്ക് ഞാൻ 2 തോട്ടം കൊടുത്തു. മിൻ അനാബിൻ, മുന്തിരി വള്ളികളാലുള്ള തോട്ടമാണ്. അതിന്റെ ചുറ്റുഭാഗത്തും നാം നല്ല ഈത്തപ്പന മരങ്ങളെയും, അങ്ങനെ ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല നെല്ലിന്റെ വയലുണ്ടാവും, അതിന്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ തെങ്ങ് കുഴിച്ചിട്ടുണ്ടാവും. ഇതേ പ്രകാരം നല്ല മുന്തിരി വള്ളികളെ കൊണ്ട് സമൃദ്ധമായ തോട്ടമാണ്. അതിന്റെ ചുറ്റുഭാഗത്തും നല്ല ഈത്തപ്പന തടികൾ, ഈത്തപ്പന മരങ്ങളും. അതിന്റെ ഇടയില് വേറെയും കൃഷികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവൂലേ, നമ്മുടെ റബ്ബറിന്റെ ഇടയിൽ കുരുമുളക് കുഴിച്ചിട്ടുണ്ടായി, അങ്ങനെ അതും ഉണ്ടായി. കിൽത്തൽ ജന്നത്തേനാ, 2 തോട്ടവും അതിന്റെ എല്ലാ പഴങ്ങളെയും അത് പുറപ്പെട്ടു കൊണ്ടുവന്നു. വലം തുളിം മിൻഹു ശൈആ, ആ തോട്ടങ്ങളൊന്നും ഇയാൾക്ക് ഒരു വസ്തുവും ചുരുക്കിയിട്ടില്ല, ഒരു അക്രമവും ചെയ്തിട്ടില്ല. വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ, ആ 2 തോട്ടങ്ങൾക്കും നടുവിലൂടെ നല്ല നദി തടാകവും കീറിക്കൊടുത്തു. എത്ര ഭംഗിയായിരിക്കും അവസ്ഥ. വകാനലഹു തമറുൻ, അയാൾക്ക് വേറെയും ഫ്രൂട്ട്സ് ഉണ്ട്, തോട്ടങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ആയപ്പോൾ ഫഖാല സ്വാഹിബി, അനുജനോട് ഇയാൾ പറയാൻ തുടങ്ങി. വഹുവ യുഹാവിറുഹു, അനുജനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ പറയാണ്, അന അക്തറു മിൻക മാലം വ അഅസ്സു നഫറാ, എടോ നോക്ക് നീ എന്റെ സ്വത്തുക്കളുടെ കൂമ്പാരങ്ങള്, എന്റെ തോട്ടങ്ങളുടെ ഭംഗി നോക്ക് നീ, നിന്നേക്കാൾ വലിയ സമ്പന്നനല്ലേ ഞാൻ, നിന്നേക്കാൾ കൂടുതൽ സൈന്യബലമുള്ള ആളല്ലേ ഞാൻ. ഇയാൾക്ക് കുറെ ആൾക്കാര്, അനുയായികളും ചങ്ങായിമാരും കൂട്ടുകാരും പൈസ ഉണ്ടാവും. അങ്ങനെയാണല്ലോ, ഒരു മുതലാളി ആവുമ്പോ കുറെ പണിക്കാരും മുതലാളി കൂട്ടുകാരും മക്കളും മറ്റതും കുടുംബങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിന്നേക്കാൾ വലിയ സമ്പന്നനാണ്, വലിയ സംഘമുള്ള ആളാണ് ഞാൻ എന്നിങ്ങനെ അഹങ്കാരത്തോടുകൂടെ അനുജനെ നോക്കി പറഞ്ഞു. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി, എന്നിട്ട് ഇയാള് തോട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് അനുജനെയും കൂട്ടിട്ട് ഇങ്ങനെ തോട്ടത്തിലേക്ക് പോവാണ്. ശരീരത്തോട് അക്രമം ചെയ്തുകൊണ്ട്, ധിക്കാരം ചെയ്തുകൊണ്ടാണ് ഇയാൾ കിടക്കുന്നത്. കാരണം ഈ തന്ന തോട്ടങ്ങളെല്ലാം അല്ലാഹു തആല പരീക്ഷണാർത്ഥം കൊടുത്ത അള്ളാഹുവിന്റെ ബസ്തിന്റെ ഭാഗമായി കിട്ടിയതാണ്. ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് തന്നിലല്ല, അള്ളാഹുവിനാണെന്നുള്ള ബോധം ഇയാൾക്കില്ല. ഇയാൾ ശരീരത്തോട് ധിക്കാരം പ്രവർത്തിച്ചുകൊണ്ട് തോട്ടത്തിലേക്ക് കടന്നു. എന്നിട്ട് ഇയാൾ പറയണ എന്താ, കാലമാ അവന്നു അന്തബീദ ഹാദിഹി അബദാ, ഇതൊരു കാലത്തും നശിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ തോട്ടം അങ്ങനെ ഉണ്ടാവില്ലേ, ഇനി ഈ ബിസിനസ് അതെല്ലാം പച്ച പിടിച്ചു, ഇനി ഇത് പരാജയപ്പെടൂല. ചില ആൾക്കാർ എങ്ങനെയാണ് പറയാ, ഇപ്പൊ റെയിൽമേ കയറിക്കുന്ന സ്ഥലം എന്നറിയും, പല ഭാഷയിലാ പറയല് മാത്രം. എപ്പ തർക്കടിച്ച റെയിൽമേ കയറി, ഹേവാന റെയിൽമേ കയറലല്ലത്, അത് പരീക്ഷണാണ്. ഈ റെയിൽമേ കയറ്റം തുടങ്ങല്ല, എപ്പോഴും എന്തു സംഭവിക്കും. ആ മനുഷ്യനും പറഞ്ഞത് അതാണ്, ഇതൊരു കാലത്തും നശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ് പിടിച്ചതിനേക്കാളും വലുത മാളത്തിന് എന്ന് പറഞ്ഞ മാതിരി ഇയാൾ പിന്നെ മേക്കറ്റ് എടുത്തുകൊണ്ട് പറയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ഇനി നിന്റെ ഭാഷയിൽ എനിക്കൊരു റബ്ബുണ്ട് എന്നല്ലേ പറയുന്നത്. അങ്ങനെ റബ്ബിലേക്ക് ഞാൻ മടങ്ങേണ്ടി വന്നാൽ തന്നെ അവിടെ ഇതിനേക്കാൾ മുന്തിയ തോട്ടം വേറെ എനിക്കുണ്ടാകും. കാരണം ഞാൻ വലിയ മുതലാളിയല്ലേ. അമേരിക്കയിൽ ബിസിനസ് എത്തുന്ന ആൾക്കെന്ത് ഇന്ത്യയിൽ ഉണ്ടാക്കി കൂടെ? ഇതാ ചോദ്യം. സുബ്ഹാനല്ലാഹ്.
ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു. ഇയാളോട് സംസാരിക്കുന്ന അനുജൻ പറഞ്ഞു, കഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, മോനെ നിന്റെ തന്നെ അസ്തിത്വം എന്താണ്? മണ്ണല്ലേ, മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ബീജത്തിൽ നിന്നാണ്. സുമ്മ സവ്വാക റജുലാ, പിന്നെ ഒരു മനുഷ്യക്കോലമായി നിന്നെ ആക്കി തന്നില്ലേ? അങ്ങനെ ഒരാളെ നീ മറന്നുപോയോ? നമ്മുടെ സമ്പത്ത് കയ്യിൽ കിട്ടുമ്പോഴേ എല്ലാം മറക്കുകയാണ്. ഇയാള് പറഞ്ഞ് ഇതേ അളവിൽ പറയണമെന്ന് ഞാൻ പറയണില്ല. നമ്മൾ കുറച്ച് സമ്പത്ത് കയ്യിൽ വരുമ്പോഴേക്ക് പടച്ചോനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമുക്കില്ല. ആ നെരിയാണിക്ക് താഴെ തുണി ഇറക്കിയിട്ടിട്ട് നടക്കണ നടത്തം കണ്ടാൽ തന്നെ തിരിയും. ഏത് ഉസ്താദന്മാരെ കണ്ടാലും ഏത് തങ്ങന്മാരെ കണ്ടാലും അവരൊക്കെ അങ്ങോട്ട് ബഹുമാനിച്ചോളണം ഇയാളെ. ഇതൊക്കെ എന്തിന്റെ ലക്ഷണ? ഇതൊക്കെ ഇയാള് പടച്ചോനെ മറന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാ. ഇവർക്കൊക്കെ ഉദാഹരണമായി പറഞ്ഞു കൊടുക്കാനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു തആല പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കൊടുക്കും നബിയേ. ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. അനുജൻ പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് എന്റെ റബ്ബ് അല്ലാഹുവാണ്, ഞാൻ അവനെ ഒരിക്കലും പങ്കാക്കുകയില്ല. വലൗലാ ഇദ ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദര, നീ തോട്ടത്തിലേക്ക് കടന്ന സമയത്ത് നീ ഹുങ്ക് പറയുന്നതിന് പകരം മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ക്രെഡിറ്റ് എന്റേതല്ല. ഇതാ കണ്ടില്ലേ, എന്റെ തോട്ടം വളഞ്ഞു നിൽക്കുന്നു, കായ്ക്കനികൾ നല്ലവണ്ണം സമൃദ്ധമായി കാണുന്നു, ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം എനിക്ക് അള്ളാഹു തന്നതാണ് എന്ന് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പൊന്നേ. فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. അഞ്ചം പറയാണ്, എനിക്ക് ഒരുപക്ഷെ നിന്റെ തോട്ടത്തെക്കാൾ ഉത്തമമായൊരു തോട്ടം അല്ലാഹു തരാനും സാധ്യതയുണ്ട് ട്ടോ. അത് മറന്നു പോകരുത്. കാരണം യാ ഖാബിലു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, എല്ലാം അല്ലാഹുവിൻ്റെതാണെന്ന് വിശ്വസിച്ചു ഈ അനുജൻ. അവൾ മുസ്ലിമാണ്, മുഅ്മിനാണ്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ സമാധാനിക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞ് എന്നിട്ട് നിന്റെ തോട്ടം അല്ലാഹു തആല നശിപ്പിക്കാനും സാധ്യതയുണ്ട്, നിന്റെ കിണറുള്ള വെള്ളം വറ്റാനും സാധ്യതയുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അനുജനോടൊക്കെ പറഞ്ഞ് ജ്യേഷ്ഠനോടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പക്ഷെ ജ്യേഷ്ഠൻ അതിനൊന്നും മടങ്ങാൻ തയ്യാറില്ല. അഹങ്കാരത്തിൽ തന്നെ അവസാനം എന്ത് സംഭവിച്ചെന്നറിയോ? അല്ലാഹു തആല പറയാണ്, സുബ്ഹാനല്ലാഹ്. ഒറ്റ വാക്ക്, ചെറിയൊരു വാക്കിലാണ് അല്ലാഹു തആല ചുരുക്കിയത്. അവന്റെ ഫലങ്ങളെ വലയം ചെയ്യപ്പെട്ടു പോയി. അതായത് അവന്റെ ആ ഫലങ്ങളെ മുഴുവനും വലയം ചെയ്തുകൊണ്ട് അവന്റെ ശിക്ഷ ഇറങ്ങി. ഒന്നുപോലും ബാക്കി വരാതെ വലയം ചെയ്തു പോയി. ആ തോട്ടത്തിന് മുഴുവനും അള്ളാഹുവിന്റെ പരീക്ഷണമെത്തി. അല്ലേ? നല്ല നീന്തവായ കൊലങ്ങനെ കൊലച്ചു നിൽക്കുക ഏക്കറ കണക്കിന് സമയത്ത്. എന്റെ മമ്മദ്ക്ക, എന്റെ പോക്കരക്ക, ആ സമയത്ത് നീ അൽഹംദുലില്ലാഹി പറയണം, മാഷാ അല്ലാഹു പറയണം, ലാ ഖുവത ഇല്ലാ ബില്ലാഹി പറയണം. അത് പറയാത്ത സമയത്തായിരിക്കും ഒരുപക്ഷെ കൊടുങ്കാറ്റടിക്കുന്നത്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റടിക്കുന്നത്. കൃഷിനാശം സംഭവിച്ചില്ലേ? എത്ര വായകളാണ് തല പൊണങ്ങി ഇങ്ങനെ റുക്കൂയിലായി വീണ് കിടക്കുന്നത്, അല്ലേ? സംഭവിച്ചിട്ടില്ലേ? എത്രയോ കൃഷിനാശം സംഭവിച്ചിട്ടില്ലേ? ലക്ഷങ്ങൾ നഷ്ടമാണെന്ന് പത്രത്തിൽ കാണാറില്ലേ? അതേ സംഭവം ഇതാ അല്ലാഹു തആല പറയാണ്, ഈ മനുഷ്യന്റെ തോട്ടത്തിൽ അല്ലാഹു തആല പരീക്ഷണം കൊടുത്തു, വിപത്ത് കൊടുത്തു. ഇയാളുടെ ഫലങ്ങൾ മുഴുവനും വലയം ചെയ്യപ്പെട്ടു, ശിക്ഷയാൽ വലയം ചെയ്യപ്പെട്ടു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ. ആ സമയത്ത് അയാളുടെ മുൻകൈകൾ മറയ്ക്കാൻ തുടങ്ങി, കൈകൾ ഇങ്ങനെ മറയ്ക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, കൈകൾ ഇങ്ങനെ മറയ്ക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഖേദിക്കാൻ തുടങ്ങി. അലാമ അൻഫഖ ഫിഹാ, ഈ കൃഷിക്ക് വേണ്ടി അയാൾ ചെലവഴിച്ച സമ്പത്തുക്കളുടെ കൂമ്പാരത്തെ കുറിച്ച് ആലോചിച്ചിട്ട് അയാൾ ഖേദിക്കാൻ തുടങ്ങി. വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, ആ തോട്ടങ്ങളെല്ലാം പന്തലോടുകൂടെ നിലംപൊത്തിയിരിക്കുകയാണ്.
മുന്തിരിവള്ളികൾ പന്തല് സഹിതം നിലം പൊത്തിയിരിക്കുകയാണ്. വയഖൂലു യാ ലൈതനീ ലം മുശ്രിക് ബിറബ്ബി അഹദാ. അന്ന് എന്റെ അനുജൻ പറഞ്ഞതുപോലെ ഞാൻ റബ്ബിനിക്ക് ശിർക്ക് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അപ്പോൾ അയാൾ വിരൽ കടിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, വലം തകുൽ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്. അവന്റെ ഈ നഷ്ടപ്രതാപ സമയത്ത്, വിപത്തിറങ്ങിയ സമയത്ത് അള്ളാഹുവിനെ കൂടാതെയുള്ള ഒരൊറ്റ സൈന്യവും സംഘവും ഒരു സാന്ത്വന വർക്കർമാരോ ആരും അയാളെ സഹായിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും സഹായിക്കാൻ കഴിയില്ല. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്. ഇവിടെയാണ് കാര്യം മനസ്സിലാക്കേണ്ടത്. സത്യവാനായ അല്ലാഹുവിനാണ് എല്ലാ അധികാരവുമുള്ളത്, എല്ലാ ക്രെഡിറ്റും അവിടെയാണ്. ഇതെല്ലാ കൃഷിക്കാർക്കും പാഠമാണ്, ബിസിനസ്സുകാർക്ക് പാഠമാണ്, എല്ലാവർക്കും പാഠമാണ്. കണ്ടില്ലേ, നമ്മുടെ വിദേശ രാജ്യങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബസ്ത് ചെയ്ത് കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബസ്ത് കിട്ടുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത്, നിങ്ങൾക്ക് വിശാലത വന്നു പോകുന്നതിനെയാണ് ഞാൻ പേടിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള മരുഭൂമി തന്നെയാണ് ഇപ്പോഴും മരുഭൂമി. അന്ന് ആ ഭൂമിയുടെ അടിയിലുള്ള പെട്രോൾ തന്നെയാണ് ഇപ്പോഴും പെട്രോളായിട്ടുള്ളത്. അന്നത്തെ ഡീസൽ തന്നെയാണ് ഇപ്പോഴും ഡീസലായിട്ടുള്ളത്. പക്ഷേ സ്വഹാബത്ത് ആരും തോണ്ടി നോക്കിയിട്ട് പെട്രോൾ എടുത്തില്ല, അവർക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തില്ല. വമാ നുനസിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. അല്ലേ? നോക്ക് നിങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, സമുദ്രത്തെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് സുബ്ഹാന ജല്ല ജലാലു, എത്ര മനോഹരമായാണ് അല്ലാഹു തആല പറഞ്ഞു വെച്ചത്. സമുദ്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചു, അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന സമുദ്രത്തിലേക്ക് നമ്മുടെ ക്രൂഡ് ഓയിലുകളുടെ കൂമ്പാരങ്ങൾ കിടക്കുന്ന സമുദ്രമുണ്ടല്ലോ, എത്രയോ നാം പലരും അല്ലേ പ്രവാസ ലോകത്ത് മുഴുവനും എന്ന് മാത്രമല്ല ലോകത്ത് തന്നെ മുഴുവനും വസ്തുവിന് കാരണമാകാൻ മാത്രമുള്ള ഓയിലുകളുടെ ശേഖരം മുഴുവനും സമുദ്രത്തിന്റെ അടിയിലാണ് അല്ലേ? കരയേക്കാൾ കൂടുതൽ ഓയിലുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് കടലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കടലിന്റെ മനോഹാരിത അഥവാ കടലിന്റെ സാമ്പത്തിക കൂമ്പാരത്തിന്റെ കണക്ക് മുത്തുനബിക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിറിൽ നോക്ക് നിങ്ങൾ, വമാ യസ്തവിൽ ബഹറാനി ഹാദാ അദബുൻ ഫുറാത്തുൻ സായിഖുൻ ശറാബുഹു വഹാദാ മിൽഹുൻ നുജാജ് വമിൻ കുല്ലിൻ തഅകുലൂന ലഹമൻ ത്വരിയാ وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون. നോക്ക് നിങ്ങള്, അല്ലാഹു തആല പറയാണ്, രണ്ട് സമുദ്രമുണ്ട്, ഒന്ന് ഉപ്പുള്ള സമുദ്രമാണ്, ഒന്ന് ഉപ്പില്ലാത്ത സമുദ്രമാണ്. മർജൽ ബഹ്റൈനി യൽതഖിയാൻ, ഉപ്പുള്ള സമുദ്രവും ഉപ്പില്ലാത്ത സമുദ്രവും പരസ്പരം കണ്ടുമുട്ടുന്ന അത്ഭുതം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുർ റഹ്മാനിൽ. അതൊക്കെ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളുടെ കലവറകളാണ്. ആ സമുദ്രം എടുത്തുകൊണ്ട് അല്ലാഹു പറയാണ്, ഇത് തെളിഞ്ഞ വാട്ടറാണ്, ഹാദാ അദബുൻ, ഇത് തെളിഞ്ഞ വാട്ടറാണ്, സായിഖുൻ ശറാബുഹു, അതിന്റെ പാനീയം എളുപ്പത്തിൽ കുടിക്കാം, കാരണം ഉപ്പിന്റെ രുചിയില്ല, ചമർപ്പില്ല. വഹാദാ മിൽഹുൻ നുജാജ്, ഇത് കടുത്ത ഉപ്പുള്ള വെള്ളമാണ്. രണ്ട് സമുദ്രമുണ്ട്. ഈ രണ്ട് സമുദ്രത്തെ കുറിച്ച് പരാമർശിച്ചിട്ട് അല്ലാഹു പറയാണ്, വമിൻ കുല്ലിൻ തഅകുലൂന ലഹമൻ ത്വരിയാ, രണ്ടിൽ നിന്നും നിങ്ങൾക്ക് നല്ല മാംസം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ, നല്ല ഫ്രഷായ മാംസം നിങ്ങൾക്ക് പുറപ്പെടുവിക്കാം, നിങ്ങൾ തിന്നുന്നു അല്ലേ? ആര് കൊണ്ടുവന്നതാ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കണം. ആര് കൊണ്ടുവന്ന് ആര് പോറ്റിയാണ്, ആരാണ് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാ സാധുക്കൾക്കും മുതലാളിമാർക്കും ആണിനും പെണ്ണിനും എല്ലാവർക്കും മത്സ്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി
കടലിൽ പോറ്റിക്കൊണ്ടിരിക്കുന്നു അല്ലാഹു തആല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ കാലമായല്ലോ. അല്ലാഹു തആല പറയാണ് വമിൻ കുല്ലിൻ തഅകുലൂന ലഹമൻ തരിയാ. രണ്ട് സമുദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഫ്രഷായ മാംസം നിങ്ങൾക്ക് തിന്നാൻ കഴിയുന്നു. വതസ്തഖ്രിജൂന ഹില്ലതൻ തൽബസൂനഹാ. നിങ്ങൾക്ക് അണിയാനുള്ള ആഭരണം അതിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലേ? എത്ര എത്ര സ്വർണങ്ങൾ നിങ്ങൾക്ക് പുറപ്പെടുവിക്കാം, സ്വർണത്തിന്റെ അയിരുകൾ നിങ്ങൾക്ക് പുറപ്പെടുവിക്കാം, രത്നങ്ങൾ പുറപ്പെടുവിക്കാം, മുത്തുകൾ പുറപ്പെടുവിക്കാം. എല്ലാം സമുദ്രത്തിന്റെ ഉള്ളിൽ സെറ്റപ്പ് ചെയ്തിട്ട് അല്ലാഹു തആല പറയാണ് ഇതിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ മുത്തുനബിയും സ്വഹാബത്തും അതെടുക്കാൻ പോയിട്ടില്ല. അതൊക്കെ ഓതിപ്പോകാന്നല്ലാതെ അവരൊന്നും എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് നിശ്ചിതമായ അവധിക്കും സന്ദർഭത്തിനും അളവിനും അനുസരിച്ച് മാത്രമേ നാം ഓരോരുത്തർക്കും ഇറക്കി കൊടുക്കുകയുള്ളൂ. കാരണം വസ്തുനും അള്ളാഹുവിന്റെ ഖബലിനും രണ്ടും അള്ളാഹുവിന്റെ ഹിക്മത്തിനോട് യോജിച്ചുകൊണ്ടേ ചെയ്യുകയുള്ളൂ. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. അല്ലാഹു തആല ഏറ്റവും വലിയ ഹിക്മത്തുള്ള ആളല്ലേ? അല്ലേ? വിശുദ്ധ ഖുർആനിൽ അങ്ങനെയല്ല അല്ലാഹു തആല പറഞ്ഞത്. അല്ലാഹു തആല പറയാണ് വതറൽ ഫുൽക ഫീ മവാഖിറ ലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തഷ്കുറൂൻ. ഈ ഒരു ആയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഈ കാശിന്റെ പളപളപ്പിൽ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് പുറത്തേക്കെടുത്തുകൊണ്ട് ആ എടുത്തിരിക്കുന്ന ഓയിലുകളുടെ പേരിൽ ലോകം മുഴുക്കയും പച്ചപ്പിലായിട്ട് നമ്മുടെ നാട്ടുകാരടക്കം എല്ലാ നാട്ടുകാരും സുബ്ഹാനല്ലാഹ് ആ കടലിന്റെ അടിയിൽ നിന്ന് അല്ലാഹു തആല വെച്ചിട്ടുള്ള ഏറ്റവും നല്ല അമൂല്യമായ മുത്തുക്കളെ അല്ലെങ്കിൽ അമൂല്യമായ ഓയിലുകളെ പൊറുക്കിയെടുത്തിട്ട് ലോകം മുഴുക്കയും അതിന്റെ പച്ചപ്പ് നിറഞ്ഞ് ബസ്തിന്റെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അല്ലാഹു തആല പറയാണ് വതറൽ ഫുൽക ഫീ മവാഖിറ. നബിയേ, ആ സമുദ്രത്തിലൂടെ കപ്പലുകൾ തിരമാലകളെ മുറിച്ച് ഓടുന്നത് നിങ്ങൾക്ക് കാണാം. എന്തിനു വേണ്ടിയാണ്? ലിതബ്തഗൂ മിൻ ഫളിഹി. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങളുടെ ആരും അവിടെ നിക്ഷേപിച്ചതല്ല, നിങ്ങൾ ആരും അവിടെ നിക്ഷേപിച്ചതല്ല, ഒരു രാജാവ് നിക്ഷേപിച്ചതല്ല, ഒരു രാജ്യക്കാരൻ നിക്ഷേപിച്ചതല്ല. നിങ്ങൾ ലിതബ്തഗൂ മിൻ ഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വേണം അതിൽ നിന്ന് ഓയിൽ എടുക്കാൻ. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വേണം നിങ്ങൾ മുത്ത് പൊറുക്കിയെടുക്കാൻ. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് വേണം നിങ്ങൾ അവിടെ നിന്ന് സ്വർണത്തിന്റെ അയിര് പൊറുക്കിയെടുക്കാൻ. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയും. അതങ്ങ് മറന്നു, ആ നന്ദി അങ്ങോട്ട് മറന്നു. ഇത് അള്ളാഹുവിന്റെ ഔദാര്യാണെന്ന് മറന്നു. അക്രമങ്ങളും തോന്നിവാസങ്ങളും തമ്മിൽ തല്ലുകളും പിന്നെ ഉള്ള ജൂതന്മാരും ഉള്ള ക്രിസ്ത്യന്മാരും എല്ലാവരും നമ്മുടെ രാജാക്കന്മാരാകലും എല്ലാം കൂടി അങ്ങോട്ട് തുടങ്ങി. ഇതൊക്കെ ഇനി ഇവിടുന്ന് നമുക്കൊരു ക്ഷീണം ഉണ്ടാവൂല. ഇതിനൊരിക്കലും നശിക്കൂല. ആ തോട്ടക്കാരൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും നാട്യം വന്നു. ഇപ്പൊ മൂക്കത്ത് വെല്ല വെക്കാൻ തുടങ്ങി. അപമാനം പുറത്തറിഞ്ഞാൽ മോശമാണെന്ന് കരുതിയിട്ടല്ലേ പല ആളുകളും ഇന്ന് കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടല്ലേ രഹസ്യങ്ങളിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നത്. വലിയ ബേജാറല്ലേ കാര്യങ്ങളെല്ലാം ഉള്ളത്. എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ ബേജാറാണ്. പലിശകളുടെ കൂമ്പാരങ്ങളിലാണ് പലരുടെയും ഔറത്ത് മറച്ചിരിക്കുന്നത്. പലരും ഔറത്ത് മറച്ചിരിക്കുന്നത് പലിശകളെ കൊണ്ടാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, അല്ലാഹു തആലക്ക് ഒന്നും പണിയുള്ള കാര്യമല്ല. ആ തോട്ടക്കാരന്റെ സംഭവം അല്ലാഹു തആല നമ്മോട് വിളിച്ചറിയിക്കാൻ പറഞ്ഞത്, ഇവിടെ ഒരു കായ്ക്കനി ഉണ്ടാകുകയാണെങ്കിൽ, ഒരു സമ്പത്ത് ഉണ്ടാകുകയാണെങ്കിൽ, എന്ത് സംഭവിക്കുകയാണെങ്കിലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ട് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ പഠിക്കണം. അത് പഠിച്ചില്ല. ലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾക്ക് സാമ്പത്തികമായ ബസ്ത് വിശാലത നൽകുന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലിതബ്തഗൂ മിൻ ഫളിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് തേടുന്നു, അത് വാങ്ങുന്നു, ഔദാര്യം വാങ്ങുന്നു. നിങ്ങൾക്ക് ക്രെഡിറ്റ് ഇല്ല. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് നന്ദിയുള്ളവരാകാൻ വേണ്ടിയും.
അത് തെളിയിച്ചു മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലേ, നാം പലപ്പോഴായി പഠിച്ചതാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ലോക അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചാൽ ഒരു രാജാവിനും കിട്ടാത്ത, ഒരു സമ്പന്നനും കിട്ടാത്ത ഏറ്റവും നല്ല ബസ്ത് കിട്ടിയ നേതാവാണ്, വിശാലത കിട്ടിയ നേതാവാണ് നബിയുള്ളാഹി സുലൈമാൻ. അമേരിക്കക്കാർക്ക് ബൗണ്ടറി ഉണ്ട്, അമേരിക്കന്റെ രാജാവിന് ബൗണ്ടറി ഉണ്ട്, റഷ്യക്ക് ബൗണ്ടറി ഉണ്ട്, സൗദി അറേബ്യക്ക് ബൗണ്ടറി ഉണ്ട്, ഓരോ രാജ്യക്കാർക്കും ബൗണ്ടറി ഉണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിശാലമായ പരപ്പുള്ള രാജ്യത്തിന്റെ അധികാരമാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും വിശാലമായ അധികാരത്തിന്റെ ഉടമയാണെന്ന് മാത്രമല്ല, ഇന്ന് സാങ്കേതിക സൗകര്യങ്ങളുടെ പേരിലൊക്കെ നമ്മൾക്ക് പലതും പറയാം, അല്ലേ? രാജാക്കന്മാർക്ക് സ്വന്തം വിമാനം ഉണ്ടാവും, സമ്പന്നർക്ക് സ്വന്തം ഹെലികോപ്റ്റർ ഉണ്ടാകും, ഒക്കെ പറയാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് ഈ സാങ്കേതികത്വങ്ങളൊക്കെ മറികടക്കുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങൾ അല്ലാഹു തആല കൊടുത്തു. കാറ്റിനെ അല്ലാഹു തആല വാഹനമാക്കി കൊടുത്തു. റോക്കറ്റിനെ മറികടക്കും കാറ്റ്, അങ്ങനത്തെ കാറ്റാ, അല്ലേ? അതാ വാഹനെ. എങ്ങനെയുണ്ട്? നമ്മള് റഷ്യന്റെ പ്രധാനമന്ത്രി പോണ വൈര ഹെലികോപ്റ്റർ, വിമാന അല്ല, അവിടെ കാറ്റാണ് വാഹനം. നിങ്ങളുടെ ആന്തരിക, ഇന്ന് ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കാന് പൊക്ലിനുണ്ട്, ക്രെയിനുണ്ട്, മറ്റേ പിന്നെന്താ ഉള്ളത്, ഇങ്ങനത്തെ പല സാധനങ്ങളുണ്ട്, പെട്ടെന്ന് പണി കഴിയും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരൊറ്റ രാത്രി കൊണ്ട് വലിയ കൊട്ടാരം ഉണ്ടാക്കി കഴിയും. അങ്ങനെ കഴിയും ഒരു മുതലാളി ഏത് രാജ്യത്തപ്പം അങ്ങനെ ഉണ്ടാക്കുന്നത് ഉണ്ടാ? ഇല്ല. ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധാനത്തിലേക്കാണ് ഈ വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു സംഭവം അല്ലാഹു തആല കാണിച്ചു കൊടുത്തത്. സബ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് എത്രയോ മൈലുകൾക്കപ്പുറത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്നിധാനത്തിലേക്ക് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരുമ്പോൾ ഹദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അശ്കുർ അം അക്ഫൂർ. അവിടെയാണ് കാര്യത്തിന്റെ കിടപ്പ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് ബസ്ത് അല്ലാഹു തആല നിലനിർത്തി കൊടുത്തു, മരണം വരെ, വഫാത്ത് വരെ. എന്താ കാരണം? മഹാനവറുകളുടെ മാനസികാവസ്ഥ അതായിരുന്നു. എത്ര കിട്ടിയാലും, കാറ്റിനെ വാഹനമായി കിട്ടിയപ്പോഴും, വലിയ രാഷ്ട്രീയ സ്വാധീനം കിട്ടിയപ്പോഴും, വലിയ പിന്തുണകളും പ്രജകളും സൈന്യങ്ങളും സാമഗ്രികളും എല്ലാവിധ സാങ്കേതികത്വങ്ങളും കിട്ടിയപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ മാനസികാവസ്ഥയാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. എന്താ പറയുന്നത്? ഹദാ മിൻ ഫളിൽ റബ്ബി. ആ സുലൈമാൻ ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം എന്റെ സന്നിധാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ ഒരു ക്രെഡിറ്റും എനിക്കോ മറ്റൊരാൾക്കോ പറയാനില്ല. മിൻ ഫളിലിഹി എന്ന് അല്ലാഹു തആല പറഞ്ഞ അതേപോലെ സുലൈമാൻ നബി പറയാണ്, ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യത്തിൽ പെട്ടതാണ്. ലിയബ്ലുവനി, അവൻ എന്നെ ഇന്റർവ്യൂ ചെയ്യുകയാണ്, അവൻ എന്നെ പരീക്ഷിക്കുകയാണ്. എന്ത്? അഷ്കുർ അം അക്ഫുർ, ഞാൻ അവനെ നന്ദി ചെയ്യുന്നുണ്ടോ? വലഅല്ലക്കും തഷ്കുറൂൻ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഭൗതികമായ പ്രസരിപ്പുകളും ഈ വിശാലതകളും വസ്തുക്കളുമെല്ലാം നൽകുന്നത് ലിതബ്തഗൂ മിൻ ഫളിഹി വലഅല്ലക്കും തഷ്കുറൂൻ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. ഈ ശുക്ർ എന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്ന പരിശോധനയ്ക്ക് വേണ്ടിയാണ് അല്ലാഹു തആല എനിക്ക് വസ്തു തന്നിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു നമ്മുടെ ലോകമുണ്ടായിരുന്നതെങ്കിൽ, ഞാൻ പറയട്ടെ, ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു നമ്മുടെ ലോകമുണ്ടായിരുന്നതെങ്കിൽ, പരസ്പരം കാശ് കിട്ടിയതിന്റെ പേരിൽ, സമ്പത്ത് കിട്ടിയതിന്റെ പേരിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ വെട്ടിപ്പിടിക്കേണ്ടതില്ല, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഒറ്റപ്പെടുത്തേണ്ടതില്ല, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഒറ്റുകൊടുക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുമായിരുന്നു.
എന്തായിരുന്നെങ്കിൽ ഇത് എന്റെ റബ്ബിന്റെ ഔദാര്യമാണ്, എനിക്കിതിലൊരു ക്രെഡിറ്റുമില്ല എന്ന് എല്ലാ രാജാക്കന്മാർക്കും, എല്ലാ മന്ത്രിമാർക്കും, എല്ലാ തൊഴിലാളികൾക്കും, എല്ലാ മുതലാളിമാർക്കും എല്ലാവർക്കും തോന്നിയിരുന്നെങ്കിൽ, അങ്ങനെ യാ ഖാബിദു യാ ബാസിത്തു എന്ന വിശ്വാസം എല്ലാവരിലും ശരിയായ ഒരു ഉടമൂലമായിരുന്നെങ്കിൽ ഈ ലോകത്ത് അല്ലാഹു തആല ഈ കിട്ടിയിട്ടുള്ള എല്ലാ ഫളലുകളും അല്ലാഹു നിലനിർത്തി കൊടുക്കുമായിരുന്നു. കാരണം അല്ലാഹു തആലയുടെ അഗ്രിമെന്റ് അങ്ങനെയാണല്ലോ, ഇൻ ശകർതും ലഅസീദന്നകും വല ഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. ഇവിടെ പലതും സംഭവിക്കും നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അല്ലാഹു തആല വിചാരിച്ച കാര്യം മാത്രമേ നടക്കുള്ളൂ. നമ്മൾ വിചാരിച്ചതൊന്നും സംഗതി നടക്കില്ല. നമ്മൾ വിചാരിച്ച രൂപത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നതെല്ലാം അല്ലാഹു തആല വിചാരിച്ചതുപോലെയാണ്. അല്ലേ? ഒരു വലിയ എഞ്ചിനീയർ ആയത് കൊണ്ട് മാത്രം അവന് മുതലാളിയാകാൻ കഴിയില്ല. ഒരു വലിയ ഡോക്ടർ ആയതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും വെട്ടിപ്പിടിക്കാൻ അവന് കഴിയില്ല. എനിക്കറിയുന്ന എത്രയോ ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാരാകെ മോശമാണെന്നല്ലേ നമ്മൾ പറയുന്നത്. പിന്നെയോ കാര്യങ്ങളുടെ കിടപ്പ് അവിടെയൊന്നുമല്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു ഉദ്ദേശിക്കണം. നിങ്ങൾ എന്ത് തീരുമാനിച്ചിട്ടും കാര്യമില്ല, അള്ളാഹു തീരുമാനിക്കണം. അതാണ് അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ അധികാരത്തിലാണ് ഖബളും ബസ്തും ഉള്ളത്. അതുകൊണ്ട് ഖബളും ബസ്തും എവിടെയാണോ ആ മർമ്മം നോക്കി പിടിക്കുവാനേ. നോക്ക്, നിങ്ങൾ ഒരു അങ്ങാടിയിലേക്ക് ഒരു ആരിഫായ മനുഷ്യൻ പോകുകയാണെങ്കിൽ, ഒരു മാർക്കറ്റിലേക്ക് ഒരു ആരിഫായ മനുഷ്യൻ പോകുകയാണെങ്കിൽ കണ്ണ് തള്ളിപ്പോകും. അയാളുടെ മനസ്സും നിറയെ ഈമാന് കൊണ്ട് നിറച്ചിട്ടല്ലാതെ ഒരു അങ്ങാടിയിൽ നിന്ന് ആ ആരിഫായ മനുഷ്യന് പുറത്തു കിടക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നോക്ക് നിങ്ങള്, ചില പീടികളിൽ പൊടിപൊടിച്ച കച്ചവടമാണ്, ചില കടകളിൽ കച്ചവടം നന്നേ കുറവാണ്, ചില കച്ചവടക്കാര് സമ്പത്തിന്റെ കൂമ്പാരം കൊണ്ട് വിലസുന്നു, ചില കച്ചവടക്കാര് ലോണ് കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ചില ആളുകൾ ചിരിക്കുന്നു, ചില ആളുകൾ കരയുന്നു. ഒരേ മാർക്കറ്റിലുള്ള അനുഭവമല്ലയോ? എനിക്ക് തന്നെ അറിയാം. ഈ അടുത്ത് ഞാനൊരു വിദേശ രാജ്യത്ത് പോയ സമയത്ത് 2-3 കടകളുണ്ട്. കണ്ടാൽ ഒക്കെ വലിയ കടകളാണ്. കടന്റെ സംഭവം എന്താണെന്നറിയാം? മറ്റേ കോയിനെ തൂക്കിയിട്ടുള്ള കച്ചവടം ഉണ്ടല്ലോ, മറ്റേ എന്താണ് ആ സാധനത്തിന്റെ പേര്, പലഹാരം മുറിച്ചിട്ട് ഷവർമ. എനിക്കതിനോട് ആ സാധനം ഭയങ്കര എനിക്ക് ഒന്ന് വെച്ചാട്ടി ആ സാധനം ഞാൻ തിന്നിട്ടില്ല. എനിക്ക് പറ്റില്ല ആ സാധനം. കണ്ടാൽ തന്നെ തിന്നാൻ തോന്നില്ല, അങ്ങനത്തെ ഒരു സാധനം. അപ്പോ 2-3 കടകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരു കടയിൽ നിൽക്കാൻ ഒഴിവില്ല, ഭയങ്കര തിരക്കാണ്. ഞാൻ നമ്മുടെ ആവശ്യം പറയാൻ പോയിട്ട് ആദ്യത്തെ വട്ടം പോയപ്പം പറയാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ഇയാളൊന്ന് ഒരു ഫ്രീ ആയിട്ട് കിട്ടണ്ട്. അതിന്റെ ഇപ്പുറത്ത് 1-2 കടകൾ ഇതേപോലെ ഉണ്ട്, ഇതേ സംഗതി കടം. പക്ഷെ അവിടെ ഒരു ഉറക്കും ഈ കാത്ത് നിൽക്കുക, കാരണം ഒരു ചെലവില്ല. ഇവിടെ പൊടിച്ച തിരക്കാണ്. എത്ര അനുഭവങ്ങളുണ്ട്. അപ്പൊ അല്ലാഹു തആല ചില സ്ഥലത്ത് ഖബ്ദ് ചെയ്യും, ചില ആളുകൾക്ക് ബസ്തു ചെയ്യും. ഇന്നലെ ബസ്തുള്ള ആൾക്ക് ഇന്ന് ഖബ്ദാണ്. നോക്ക് നിങ്ങൾ, കടലിൽ പോകുന്ന തൊഴിലാളികളില്ലേ? ഇന്നലെ പോയപ്പോ പെട്രോൾ നഷ്ടമായി തിരിച്ചു പോകുന്ന ആളുകൾ ഇന്ന് പോയപ്പോ ചാകരയിലാണ് വരുന്നത്. ഈ ചാകര ഇവിടുന്ന് ആകാശത്ത് മഴ ഇറങ്ങിയപ്പോ കുറെ മീൻ ഇങ്ങോട്ട് ഇറങ്ങിയതാ അല്ല. ഇന്നലെയും ഈ മത്സ്യം ആ കടലുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഖബ്ദാണ്, ഇന്ന് ബസ്താണ്. ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുള്ള അടിമകൾക്ക് ഉണ്ടാകുമ്പോഴാണ് ഈമാൻ ശരിയാകുന്നത്. നമ്മൾ നിസ്കരിച്ചു കുറെ നോമ്പ് നോറ്റു മാത്രം കാര്യമില്ല, ഈമാൻ ശരിയാക്കിക്കോ. നോക്ക് നിങ്ങൾ, ബനു ഇസ്രായേലുകളിൽ ഐല എന്ന് പറയുന്ന ഒരു രാജ്യക്കാരുണ്ട്. നമ്മൾ ആ മത്സ്യം ഐലല്ല, അതിനെ കുറിച്ചല്ല പറയുന്നത്. ഐല നാട്ടുകാർ, അതൊരു കടൽ തീരത്തിന്റെ പേരാണ്. ആ നാട്ടുകാരെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വസ്അൽഹും അനിൽ ഖറിയത്തില്ലത്തി കാനത് ഹാദിറത്തൽ ബഹരി ഇദ് യഅദൂന ഫിസ്സബതി തഅതീഹിം ഹീതാനുഹും യൗമ സബതിഹിം ശുർആ വയൗമ ലാ യസ്ബിതൂന ലാ തഅതീഹിം കദാലിക നബ്ലുഹും ബിമാ കാനൂ യഫ്സുഖൂൻ. നബിയേ, ഒരു ഗ്രാമീണരെ കുറിച്ച് അവരോട് അന്വേഷിക്കണം.
ഐല എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്, ഒരു കടൽ തീരമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയില്ലേ? ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകത്വം നടത്തിയിരുന്ന മദിയൻ എന്ന് പറയുന്ന സ്ഥലം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ നാട്. ആ മദിയനിന്റെ പരിസരത്തുള്ള സ്ഥലമാണ് ഐല. ആ ഐല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് സുബ്ഹാനല്ലാഹ് ആ ഐല എന്ന് പറയുന്ന നാട്ടുകാര്, ആ ഗ്രാമീണർ, അവർ കടൽ തൊഴിലാളികളായിരുന്നു. പക്ഷേ ശനിയാഴ്ച കടലിൽ പോകാൻ പാടില്ല എന്നവർക്ക് നിർദ്ദേശം ദീനിന്റെ നിയമമാണ്, ശരീഅത്തിന്റെ നിയമമാണ്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് നമ്മൾക്ക് പാഠമാകാൻ വേണ്ടി പറയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് കണ്ടോ? കടലിൽ മത്സ്യമില്ലാത്തതുകൊണ്ടല്ല, നമുക്ക് കബലും വസ്തും തരുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണ. അതിൽ ചില ഹിക്മത്തുകൾ ഉണ്ട് എന്നാ പറയുന്നത്. ഇത് ശനിയാഴ്ച ദിവസം നോക്കുമ്പോൾ മത്സ്യങ്ങൾ അതാ അവരിലേക്ക് വരികയാണ്. വെള്ളത്തിന് മുകളിൽ വരികയാണ്. ചാകര, മത്സ്യത്തിന്റെ ചാകര. സുറ എന്ന് പറഞ്ഞാൽ ലാഹിറത്തുൽ മാ, വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ മത്സ്യം. നോക്കിയിട്ട് കൈകൊണ്ട് പിടിക്കാൻ പറ്റും. ചാകര എന്നറിയില്ലേ? ഞാനും കടലിന്റെ അടുത്ത് താമസിക്കുന്ന ആളല്ല. പഴയ കാലത്തേക്ക് ഇപ്പൊ ഉണ്ടാകാറില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും കടപ്പുറത്ത് ഓടുന്നതാണ്. എന്താ മാന്ത എന്ന മീനുണ്ടല്ലോ, നിങ്ങൾ ഞാൻ അതിന്റെ താരീഫ് വെച്ച് നടക്കണ്ട. അങ്ങനത്തെ ഒരു മീനുണ്ട് കൂട്ടി, ഒരു ഇനം മീൻ. ആ മാന്തയെ ചവിട്ടി പിടിക്കാൻ തന്നെ പരിപാടി ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാവും. എന്നിട്ട് അതിനെ ചവിട്ടി പിടിക്കുക. ഇഷ്ടംപോലെ കിട്ടും. അത് ചവിട്ടി പിടിക്കാന്ന് പറഞ്ഞാൽ വലട്ടിട്ട് പിടിക്കുന്ന മത്സ്യം ചവിട്ടി പിടിക്കാൻ മാത്രം ഇഷ്ടം പോലെ കിട്ടുന്നു. കുട്ടികളൊക്കെ കടപ്പുറത്ത് കോട എന്നിട്ട് സഞ്ചിട്ട് നിറച്ച് കൊണ്ടുവരിക. ഇത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചവിട്ട മീൻ കിട്ടുക, പിടിക്കാൻ സഞ്ചിരിട, ഇങ്ങനെ കൊണ്ടുവരാം. നമുക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ ആ ഐല നാട്ടുകാർക്ക് അല്ലാഹു തആല കൊടുത്ത പരീക്ഷണം എന്താണെന്നറിയോ? ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. പക്ഷേ ശനിയാഴ്ച ശനിയാഴ്ച അല്ലാഹു തആല വിശാലമാക്കി കൊടുത്തു. പരീക്ഷണം പോകുന്ന നോക്കി നിങ്ങള്, പരീക്ഷണം വരുന്ന വരവ് നോക്കി നിങ്ങള്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. നമുക്ക് ബാക്കിയമായ ലോകത്ത് ഈ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ സിറുകൾ അറിയാതെ പോയാൽ, അള്ളാഹുവിന്റെ അസ്മാകളുടെ രഹസ്യങ്ങൾ അറിയാതെ പോയാൽ നമുക്ക് ഈമാൻ കൊണ്ട് സുരക്ഷിതമായി മരിക്കാൻ കഴിയില്ല. ഇതൊക്കെ സെറ്റപ്പ് മനസ്സിലാക്കണം. നമ്മൾ വെറും ഇങ്ങനെ പൊന്മ മീൻ പിടിക്കണമാതിരി ഇങ്ങനെ ലിഫ്റ്റിൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നിസ്കാരമൊക്കെ ടും 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 തന്നെ കുറെ നിസ്കാരം, കുറെ നോമ്പ്, ഈബത്തും നമിമത്തും എല്ലാം കൂടിയിട്ട് ഇതിലെ കൂട്ടിക്കൊച്ച് ബിരിയാണി ആക്കിയിട്ട് മരിക്കുമ്പോ അല്ലാഹു തആല സ്വർഗത്തിൽ കണ്ട് പിടിച്ചു കൊണ്ടുവന്നൊന്നും വിചാരിക്കണ്ട. ഈമാനൊക്കെ ശരിയാക്കി വെച്ചോ, ഈമാനൊക്കെ ശരിയാക്കി വെക്ക്. അല്ലാഹു തആലയുടെ ഹിക്മത്തുകൾ എങ്ങനെയാണോ അത് പല രീതിയിലുണ്ടാകും. ആ ഐല നാട്ടുകാർക്ക് അല്ലാഹു തആല ബസ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? ശനിയാഴ്ചയുടെ അന്ന് നല്ല ബസ്താണ്, നല്ല വിശാലത. വിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ആറാഫിൽ 163-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇത് ശനിയാഴ്ച ദിവസം മത്സ്യം അവരിലേക്ക് വരുന്നത് വെള്ളത്തിന്റെ മുകളിലാണ്. നിറയെ മത്സ്യമാണ്, മത്സ്യത്തിന്റെ ചാകരയാണ്. എന്നാൽ ശനിയാഴ്ച അല്ലാത്ത ദിവസം മത്സ്യമില്ല, കബളാണ്. ശനിയാഴ്ച അല്ലാത്ത ദിവസം കബള്, ശനിയാഴ്ച ദിവസം വസ്ത്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ പരീക്ഷിക്കുക. പരീക്ഷണം തിരിച്ചറിയൂല അല്ലേ? ഇങ്ങനെ തന്നെയാണ് പരീക്ഷിക്കുക. അത് പക്ഷേ തിരിച്ചറിഞ്ഞ ആളുകൾ രക്ഷപ്പെടും. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കാലത്തും പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയല്ലോ. മാഇദ സൂറത്തിന്റെ 94-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല സ്വഹാബത്ത് ഇതുപോലുള്ളൊരു പരീക്ഷണം കൊടുത്തു. പക്ഷെ സ്വഹാബത്ത് വിജയം കൈവരിച്ചു. എന്റെ ഐല നാട്ടുകാര് പരാജയപ്പെടാൻ കാരണം അവർക്ക് മാനസികമായി വിശ്വാസം ശരിപ്പെട്ടിട്ടില്ല. വർത്തമാനകാലത്തിന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, ഖുശൂ ഇല്ലാതെ നമ്മൾ കുറെ നിസ്കരിച്ച് കുട്ടിയത് കൊണ്ട് കാര്യം മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഐല നാട്ടുകാർക്കുള്ളതുപോലുള്ള പരീക്ഷണങ്ങളാണ് പലപ്പോഴും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല.
മുത്തുനബിയുടെ കാവല് കൊണ്ട് കൂട്ടക്കരുതിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു എന്നല്ലാതെ നമുക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് ഇതുപോലെയുള്ളൊരു പരീക്ഷണം വന്നിരുന്നു. കൊല്ലത്തിൽ ഹുദൈബിയ സന്ധി നടക്കുന്ന കൊല്ലം ഇഹ്റാമിലായിക്കൊണ്ട് ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ മക്കയിലേക്ക് പോയ സമയം ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് തടയപ്പെട്ട സന്ദർഭമെല്ലാം നമുക്കറിയാമല്ലോ. ആ സംഭവത്തിൽ മുഹ്രിമായ ആളാണോ അവൻ വേട്ടയാടാൻ പാടില്ല എന്നാണ് നിയമം. വേട്ടയാടാൻ തന്നെ അമ്പയിന് മാത്രമല്ല, അറക്കാനും പാടില്ല. അവിടെ വേട്ടമൃഗങ്ങളെ നമ്മൾ അമ്പയ്യാനും പാടില്ല, പിടിച്ചിട്ട് അറക്കാനും പാടില്ല. പല ജീവികളുണ്ടാവും. സുബ്ഹാന ജല്ല ജലാലു. പക്ഷേ ഹുദൈബിയയിൽ അവർ സംഭടിച്ച സമയത്ത് എന്താ അവിടെ സംഭവിക്കണമെന്ന് അറിയോ? ആ സമയം വിശുദ്ധ ഖുർആൻ പറയാണ്, മാഇദ സൂറത്തിന്റെ 94-ാമത്തെ ആയത്ത് നോക്കിയാൽ കാണാൻ കഴിയും. മുഹ്രിമായി നിമിത്തങ്ങളോടുകൂടെ ഉംറക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പുറപ്പെട്ട സ്വഹാബത്തിന് ധാരാളം വേട്ടമൃഗങ്ങള് മുന്നിലിങ്ങനെ, അമ്പയൊന്നും വേണ്ട, കയ്യോണ്ട് പിടിക്കാൻ പറ്റും. മുയലുകളും മാനുകളൊക്കെ ഇങ്ങനെ കയ്യോണ്ട് പിടിക്കാൻ പറ്റുന്ന രൂപത്തിൽ. സുബ്ഹാന ജല്ല ജലാലു. വിശുദ്ധ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ് സ്വൈരി തനാലുഹു അയ്ദീകും വരിമാഹുകും. അല്ലേ, നോക്ക് നിങ്ങള്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലയബ്ലുവന്നകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ പരീക്ഷിക്കും കേട്ടോ. ബിശൈഇൻ മിനസ് സ്വൈരി, വേട്ടമൃഗങ്ങളിൽ നിന്നുള്ള സകലതും കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. തനാലുഹു അയ്ദീകും വരിമാഹുകും, നിങ്ങളുടെ കൈകളും കുന്തങ്ങളും തന്നെ അവർക്ക് എത്തും. അമ്പ് വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള വടി ഉണ്ടല്ലോ, ആ വടി കൊണ്ട് ഒരു കുത്തു കൊടുത്താൽ സാധനം കിട്ടും. നിങ്ങളെ കൈ ഒന്ന് ഏന്തിയാൽ സാധനം കിട്ടും. സുബ്ഹാനല്ലാഹ്. തഫ്സീറിൽ കാണാം, വക്കാനത്തിൽ വുഹൂഷു തഗശാഹും ഫീ റിഹാലിഹിം, അവരുടെ താമസ കേന്ദ്രങ്ങൾക്ക് പരിസരങ്ങളിൽ ടെന്റുകളുടെ ചുറ്റുഭാഗത്തും അതാ മൃഗങ്ങൾ വന്ന് തമ്പടിക്കുന്നു. ബൈസ് യതമക്കനൂന മിൻ സ്വൈദിഹാ, അവരെ ആ മൃഗങ്ങളെ പിടിക്കാൻ പാകതയിൽ, അഖദം ബിഐദീഹിം, അവരുടെ കൈകളെ കൊണ്ട് തന്നെ പിടിക്കാൻ പറ്റിയ പാകതയിൽ മൃഗങ്ങളെല്ലാം വന്നു നിൽക്കുന്നു. വത്വഅനം ബിരിമാഹിഹിം, അവരുടെ കുന്തങ്ങളെ കൊണ്ട് കുത്തിയിട്ടും കൈകളെ കൊണ്ട് പിടിച്ചിട്ടും ആ മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റിയ സൗകര്യത്തില് മൃഗങ്ങൾ വന്ന് പൊതിയുന്നു. വഹും മുഹ്രിമൂൻ, പക്ഷേ സ്വഹാബത്ത് മുഹ്രിമീങ്ങളാണ്, കൊല്ലാൻ പാടില്ല. നിയമം അതാണ്. നോക്കി നിങ്ങൾ, സ്വഹാബത്ത് വിജയിക്കുന്നു. എന്തുകൊണ്ട് സ്വഹാബത്ത് വിജയിച്ചു? എന്തുകൊണ്ടാണ് അവർ വിജയിച്ചില്ല? വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദ്രിൻ മഅലൂം, ഇതൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഖബർ നടന്നാലും അല്ലാഹുവിന്റെ പരീക്ഷണം, കിട്ടിയാലും അല്ലാഹുവിൻ്റേത്, കിട്ടിയില്ലെങ്കിലും അല്ലാഹുവിൻ്റേത്. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ചിലരുണ്ടല്ലോ, ഇപ്പൊ നല്ല നല്ല അടിപൊളി സീസണാണ്, കച്ചവടം നടത്തിയാൽ തിരക്കേണില്ല. സുബ്ഹാനല്ലാഹ്, നല്ല സീസണാണ്, എന്തും ചെലവാകണുണ്ട്. ഇപ്പം എങ്ങനെങ്കിലും ഒരു വാഹനം പലിശക്കാനും വേണ്ടില്ല, ഒരു വാഹനം വാങ്ങിയിട്ട് മെല്ലെ കച്ചവടം പൊടിപൊടിയാക്കണമെന്ന് വിചാരിച്ച് ചില ആളുകളെ ഹറാമായ കാശ് സമ്പാദിക്കുന്നു, പലിശ വാങ്ങുന്നു. ഓക്കെ, നിങ്ങളുടെ അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് ഇവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അല്ലേ? ചില ആളുകള് വാഹനം വാങ്ങും, ഹറാമായ സ്ഥലത്തേക്ക് വാഹനം ഓട്ടാൻ പാടില്ല. ടാക്സി സ്റ്റാൻഡിൽ വാഹനം നിർത്തുന്ന സമയത്ത് നോക്ക് നിങ്ങളെ, ഹറാമായ സ്ഥലത്തേക്ക് ട്രിപ്പ് വിളിച്ചു, പോകാൻ പാടുണ്ടോ? പോകാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മഅസിയത്തിന് സഹായകമാകുന്ന ട്രിപ്പ് ഓടാൻ പാടില്ല, അല്ലേ? ചില ബഹുദൈവ വിശ്വാസികൾ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ചിലപ്പോൾ വണ്ടി ട്രിപ്പിന് വിളിക്കും. പോകാൻ പാടില്ല, ഹറാമല്ലേ? ഫത്ഹുൽ മുഈനിൽ തന്നെ മസ്അല പറഞ്ഞിട്ടില്ലേ?
ചിലപ്പോ ആ വാഹനം ഇങ്ങനെ നമ്മളെ ടാക്സി സ്റ്റാൻഡിങ്ങനെ വെച്ചിരുന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഉറക്ക് തൂങ്ങിക്കാന്നല്ലാതെ ഒരൊറ്റ ട്രിപ്പ് പോലും ആരും വിളിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ നിലക്കുള്ള വിളികൾ ധാരാളം നടന്നിട്ടുണ്ടാകും. അത് ആ ബസ് മോനെ, പൊന്നു മോനെ, നിന്നെ പരീക്ഷിക്കാനുള്ളതാണ്. ഐല ഗോത്രക്കാരെ അള്ളാഹു പരീക്ഷിച്ച പരീക്ഷണമാണ് കേട്ടോ. ഹറാമിന്റെ മേഖലയിൽ ചിലപ്പോൾ ബസ് നിനക്ക് തരും. ആ ബസ്സിന് നീ കീഴ്പ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കാനാണത്. ആ ബസ് നീ തിരസ്കരിക്കണം. കാരണം അത് ഹറാമായ റൂട്ടാണ്. നീ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചു. ആ ബിൽഡിങ്ങിന് ആരും വാടകയ്ക്ക് എടുക്കാൻ വരുന്നില്ല. നിന്റെ കാശ് വെള്ളത്തിലായോ എന്ന് പേടിച്ചു നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് പലിശക്ക് ഇടപാട് കൊടുക്കുന്ന ബാങ്ക് ഇടപാടുകൾക്ക് വേണ്ടി ആ ബിൽഡിംഗ് വാടകയ്ക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നത്. നീ കൊടുക്കാൻ പറ്റുമോ? അത് നിന്റെ പരീക്ഷണമാണ്. ആ ബസ് നിനക്ക് പരീക്ഷണമാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണമുണ്ട്. ഞാൻ ഒന്നും രണ്ടും വെണ്ണിപ്പറയല്ല. സുബ്ഹാനല്ലാഹ്, എന്നോട് തന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ, പെൺകുട്ടിക്ക് ഒരു പുതിയാപ്പിളയും ശരിയാകണില്ല, ഒരു പുതിയാപ്പിളയും ശരിയാകണില്ല. ഇപ്പൊ ഒരു പുതിയാപ്പിള വന്നിട്ടുണ്ട്. പക്ഷെ പുതിയാപ്പിളിന്റെ തൊഴില് ബാങ്കിലെ ക്ലർക്കാണ് ഉസ്താദേ. ഞാൻ പറഞ്ഞു വേണ്ട, ആ പെൺകുട്ടിക്ക് പുതിയാപ്പിള ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ക്ലർക്ക് പുതിയാപ്പിളയായിക്കൊണ്ട് ബാങ്കിലെ ക്ലർക്ക് പലിശയുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ ലഅനല്ലാഹു ആക്കില റിബാ വമൂക്കിലഹു വകാതിബഹു, അതിനുവേണ്ടി റെക്കോർഡ് എഴുതുന്ന മനുഷ്യനാണെങ്കിൽ പോലും അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശാപത്തിന് വിധേയനായ ഒരു പുതിയാപ്പിള നിന്നെ മോൾക്ക് വേണ്ട. ഞാൻ പറയുന്നത് കൂട്ടരെ, ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുന്നത് മേഖലയാണെന്ന് പഠിക്കാൻ ശ്രമിക്കണം. ബസ്ത് നമുക്ക് ചിലപ്പോൾ വരുമ്പോൾ ആ ബസ്ത് നമുക്ക് ചിലപ്പോൾ അത് നല്ല ഗുണത്തിലല്ല, നമ്മൾ ഹറാമാണോ ഹലാലാണോ, നമുക്ക് അനുവദിക്കപ്പെട്ട രീതിയിലാണോ അല്ലേ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്, അല്ലേ? ആ രൂപത്തിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങേണ്ടത്. അതിനു വേണ്ടിയാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഐല ഗോത്രക്കാരുടെ ചരിത്രം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നന്ദിയോടുകൂടെ ഓർക്കാനും അവൻ നൽകുന്ന ബസ്തുകളും ഈ കബലുകളും രണ്ടും മനസ്സിലാക്കുക വഴി അല്ലാഹു ഖാബിലാണെന്നും അല്ലാഹു ബാസിത്താണെന്നും മനസ്സിലാക്കുക വഴി കാര്യങ്ങളുടെ എല്ലാം മടക്കം ഇവിടെ ഒരു തമ്പുരാനിലും അല്ല എന്നും എല്ലാം അല്ലാഹുവിനാണെന്നും മനസ്സിലാക്കാനാണ് കേട്ടോ. എല്ലാം എന്റെ പിടിയിലാണ്. ബസ്താകട്ടെ, കബലാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, സാമ്പത്തിക കുമ്പാരമാകട്ടെ, ശാസ്ത്രീയമായ പുരോഗതിയാകട്ടെ, ഭരണതലത്തിലുള്ള ഔന്നിത്യമാകട്ടെ, രാഷ്ട്രീയ സ്വാധീനമാകട്ടെ, ബസ്തിന്റെ പേരിൽ പറഞ്ഞാലും കബലിന്റെ പേരിൽ പറഞ്ഞാലും, വിശാലതയായാലും ഇടുക്കമായാലും ഞെരുക്കമായാലും വിശാലമായാലും എന്തായാലും എല്ലാം അല്ലാഹുവാണ്. യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. പറ, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിത്തു യാ അല്ലാഹ്. അല്ലാഹു യഖ്ബിദു വയബ്സുതു വഇലൈഹി തുർജഊൻ. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോട്ടെ. എങ്ങോട്ട് പോക്കിയത്? അമേരിക്കക്കോ? ഇങ്ങോട്ട് പോകും. ആ, അമേരിക്ക ഉണ്ടായാലേ രാജ്യം രക്ഷപ്പെടുള്ളൂ എന്ന് വിചാരിച്ചു ഇല്ലേ? അങ്ങനല്ല കേട്ടാ. കാബിള് ബാസിത്ത് അത് അമേരിക്കല്ല, അത് അള്ളാഹുവാണ്. അത് വിശ്വസിക്കുക. ഇതിലേക്ക് തുറച്ചവൻ അങ്ങനത്തെ മടക്ക് കാര്യങ്ങൾ. ആ, എന്നാൽ രാജ്യം രക്ഷപ്പെടും. എല്ലാവർക്കും അഭിമാനം ഉണ്ടാവും. ഇന്നത്തെ തലവേദന ഒന്നും ഉണ്ടാവൂല. അങ്ങനെയുള്ള ഒരു നല്ല ചിത്രത്തിലേക്ക് നമ്മളെല്ലാവരും മടങ്ങട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب، أرحم الراحمين يا رب، أرحم الراحمين يا رب. സാധുക്കളാണ് റബ്ബേ, പാപികളാണ് റബ്ബേ, പാപങ്ങളാണ് റബ്ബേ, ബലഹീനരാണ് റബ്ബേ, അന്ത്യനാളിന്റെ ചണ്ടികളാണ്, ഒന്നിനും കൊള്ളാത്തവരാണ്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതൊരു നന്മ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നിന്റെ ഫضل കൊണ്ടാണ്. അല്ലാഹുവേ,
ഞങ്ങൾ വല്ല കുരുത്തക്കേടുകളും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മോശത്തരങ്ങളെ കൊണ്ടാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതൊക്കെ നിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്കാരിങ്ങളായ അടിമകളായി ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കളെ, ഗുരുവര്യന്, മക്കള്, ഭാര്യ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റുറ്റവരുടെ അവർ ശിഷ്യന്മാർ, നമ്മെ സഹായിച്ചവര്, ഞങ്ങളുടെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളുടെ ക്ലാസ്സുകളുടെ ശബ്ദം ശ്രവിക്കുന്നവരെല്ലാവർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. നിന്റെ പൊരുത്തം കിട്ടി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങളും തെറ്റുകുറ്റങ്ങളും തമ്മാടിത്തരങ്ങളും കയ്യും കണക്കുമില്ല അല്ലാഹ്, എല്ലാം നീ പുറത്തു തരണേ റഹ്മാനേ. എല്ലാറ്റിൽ നിന്നും കരകയറ്റം നൽകണം അല്ലാഹ്. നല്ല ഒരു വിശ്വാസത്തിലേക്ക് നിന്നെ വല്ലാതെ ഉറച്ചു വിശ്വസിക്കുന്ന, നിന്നെ കൊണ്ട് വല്ലാതെ പ്രണയിക്കുന്ന, എല്ലാം നിന്നിൽ സമർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുകയും നിന്നിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ശരിയായ സത്യവിശ്വാസി ആരാണോ അവരിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനേ. അർഹമുർറാഹിമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളും വേണ്ടി പറഞ്ഞവരും മറ്റ് മുഅ്മിനീങ്ങളും എന്ത് വിഷമങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും, ഏത് വിഷമങ്ങളാണെങ്കിലും നീ ആ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ പുറത്ത് കടത്തി തരണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ സലാമത്താക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ വിശ്വാസം ശരിപ്പെടുത്തി തരണം റഹ്മാനേ. കർമ്മങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഖൽബ് നന്നാക്കണേ അല്ലാഹ്. തഖ്വ നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് ഞങ്ങളെ കൂടെ പുറപ്പാക്കണേ അല്ലാഹ്. തൗഫീഖ് നൽകപ്പെട്ടവരിൽ പെടുത്തണേ അല്ലാഹ്. ബാഹിറായ അഖ്ല് നീ നൽകണേ അല്ലാഹ്. ശരിയായ കാമിലായ ഇൽമ് നൽകണേ അല്ലാഹ്. നിന്റെ മുത്തവാദികളിൽ പെടുത്തണേ റഹ്മാനേ. ഖാശിഈങ്ങളിലും ഖാശിഈങ്ങളിലും പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ദുനിയാവിലോ നാളാഖിറത്തിലോ ഞങ്ങളെ നീ മാനം കെടുത്തരുത് റഹ്മാനേ. ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളുടെ പരിണിത ഫലമായി ദുനിയാവിലോ നാളെ ആഖിറത്തിലോ ഞങ്ങളെ മാനം കെടുത്തരുത് റഹ്മാനേ. സർവമാന തിന്മകളിൽ നിന്ന് ഞങ്ങളെ കരകയറാനുള്ള വഴികൾ നീ എളുപ്പമാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നിന്നെ മറക്കാത്ത ഐശ്വര്യം തന്നുകൊണ്ട് ഞങ്ങളുടെ കടങ്ങളെ വീടാനും ഞങ്ങളുടെ ആശ്രിതരുടെയും ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ തരാമിതത്തിന്റെയും കുടുംബത്തിന്റെയും എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾക്ക് നീ ഫത്ഹ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ ഫത്ഹ് നൽകണം റഹ്മാനേ. മറ്റൊരാൾക്ക് ഞങ്ങളെ ഭാരമാക്കരുത് റഹ്മാനേ. ഞങ്ങൾക്ക് നീ എല്ലാ മേഖലകളിലും ഔന്നിത്യം നൽകണം റഹ്മാനേ. വിജയം നൽകണമേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനേ. ഞങ്ങളെ സന്തോഷിപ്പിച്ചവരെ നീ സന്തോഷിപ്പിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ വിഷയങ്ങളിൽ മുഴുവനും ഞങ്ങൾക്ക് നീ ഫത്ഹ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് പലരും രോഗികളാണ്. നസ്രുവിന്റെ ഉമ്മ സുഖമില്ല. അങ്ങനെ പലരും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പലരും ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരിൽ നിന്ന് പലരും, കൊടുങ്ങല്ലൂർ റഷീദിന്റെ പെങ്ങളടക്കമുള്ള എല്ലാ ആളുകളുടെയും രോഗങ്ങൾ എന്താണെങ്കിലും അല്ലാഹുവേ, ഞങ്ങളോട് പലപ്പോഴായി വിളിച്ചും അല്ലാതെയും പറയുകയോ മനസ്സിൽ കരുതിയിട്ട് ഞങ്ങളെ സഹായിക്കുകയോ ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് വായാർത്ഥങ്ങൾ വന്ന ദിവസത്തിൽ പറഞ്ഞ ഒരുപാട് കുട്ടികളെ മക്കളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾ നീ സുഖമാക്കണം റഹ്മാനേ. ലോകത്ത് പ്രയാസപ്പെടുന്ന മോമിനങ്ങളുടെ പ്രയാസങ്ങളെ കെട്ടണേ റഹ്മാന്. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഭാര്യമാരെയും ഞങ്ങളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും ഞങ്ങളുടെ സഹോദര സഹോദരിമാരെയും അവരുടെയും ആയിരഭർത്താക്കളുടെ മക്കളുടെ കുടുംബത്തെ ശിഷ്യന്മാരെ മുഴുവനും നീ കാക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ അറിഞ്ഞുകൊണ്ട് ആരാധന ചെയ്യുന്ന ഭാഗ്യശാലികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, റമദാനിന്റെ അനുകൂലമായി സാക്ഷി നിറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. പ്രതികൂലങ്ങളിൽ പെടുത്തരുതേ റഹ്മാനെ. ഞങ്ങളുടെ കർമ്മങ്ങളൊക്കെയും എല്ലാ പോരായ്മകളും തെറ്റുകളും പുറത്തു പരിഹരിച്ച് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്കൊരു വിരലനക്കാൻ പോലും കഴിവില്ല, എല്ലാം നൽകിയത് നീയാണ്. നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ കുറവുകൾ കാരണത്താലൊന്നും തള്ളിക്കളയരുത് റഹ്മാനെ. നീ സ്വീകരിക്കണമേ മന്നാനെ. ഞങ്ങളെ ശക്കാര്യങ്ങളിൽ പെടുത്തണേ റബ്ബേ, ദക്കാര്യങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തും ആഫിയത്തും സലാമത്തും സആദത്തും നിന്നെ മറക്കാത്ത ഐശ്വര്യവും നൽകണം റഹ്മാനെ. റബ്ബനാ, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞവരും അല്ലാത്തവരുമായി ലോകത്തിന്റെ സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഞങ്ങളോട് ആരെല്ലാം എന്തെല്ലാം വിഷയത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ ഹലാലും ഖൈറുമായതൊക്കെ നീ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ.
വിഷമങ്ങളാണെങ്കിൽ ദൂരീകരിക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. നല്ല ഓവർ ചൂടുള്ള സാധനമൊക്കെ നമ്മൾ തിന്നുമ്പോ അതങ്ങോട്ട് പിഴുങ്ങുമ്പോ ചിലപ്പോ സ്വർഗവും നരകവും ഒക്കെ ഒരുമിച്ചാണ് കാണും. السلام عليكم ورحمة الله تعالى وبركاته. ما شاء الله الحمد لله. جزاكم الله خير الجزاء يا رسول الله. الحمد لله. വളരെയധികം പഠനാർഹമായ നല്ലൊരു ക്ലാസ് ആയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദുകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. പരീക്ഷയും ഒക്കെയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ഇൽമിലും ജോലിയിലും കുടുംബജീവിതത്തിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈർ